വെൽക്കം ടു ദ ബയോളജി ബ്രീഫ് ചാനൽ. പ്ലസ് ടു ബയോളജിയിലെ മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എൻ്റെ 5ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ ഇത്തവണ പഠിക്കുന്നത് സിന്തസിസ് ഓഫ് പ്രോട്ടീനാണ്. നിങ്ങൾക്കറിയാം, ഇതൊരു ലെങ്തി ടോപ്പിക്കാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ധാരാളം ക്വസ്റ്റ്യൻസ് ഇതിന് വരും. നിങ്ങൾക്കറിയാം. ഈ ചാനലിലെ എല്ലാ വീഡിയോയും ലഭിക്കാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മുന്നോട്ട് പോകാം. സെൻട്രൽ ഡോഗ്മയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നിങ്ങൾക്കറിയാം, ഫ്രാൻസിസ് ക്രിക്ക് അദ്ദേഹമാണ് സെൻട്രൽ ഡോഗ്മ പ്രപ്പോസ് ചെയ്തത്. എന്താണ് അതിൽ പറയുന്നത്? ഫ്ലോ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ, ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ജനറ്റിക് ഇൻഫർമേഷനാണ് സെൻട്രൽ ഡോഗ്മയിൽ കൂടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ജീൻ നമുക്കറിയാം, ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് ജീൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് DNA-യിലാണ്. അപ്പം DNA വീണ്ടും DNA-യിൽ നിന്ന് വീണ്ടും DNA ഉണ്ടാകുന്നതിന് നമ്മൾ റെപ്ലിക്കേഷൻ എന്ന് പറയും, DNA റെപ്ലിക്കേഷൻ. ഇനി DNA ജീനിന് അതിൻ്റെ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ DNA-യിൽ നിന്നും ആ ജനറ്റിക് മെസ്സേജിനനുസരിച്ച് പർട്ടിക്കുലർ പ്രോട്ടീൻ ഉണ്ടാകണം. ഈ പ്രോട്ടീൻ ഒരു റിയാക്ഷൻ്റെ സബ്സ്ട്രേറ്റോ അല്ലെങ്കിൽ ആ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമായി മാറുമ്പോഴാണ് ജീൻ അവിടെ ആക്ട് ചെയ്തു നമ്മൾ പറയുന്നത്. അപ്പോൾ ജീനിൻ്റെ ആക്ഷൻ നടക്കണമെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കണമെന്ന് ചുരുക്കം. DNA-ക്ക് ഡയറക്റ്റായിട്ട് പ്രോട്ടീൻ സിന്തസിസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് DNA എന്നൊരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള mRNA ഫോം ചെയ്യുകയും mRNA-യിൽ നിന്നാണ് പ്രോട്ടീൻ അഥവാ പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടാകുന്നത്. ഇനി DNA-യിൽ നിന്നും mRNA ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്കറിയാം, DNA എന്ന് പറയുന്നത് പോളിന്യൂക്ലിയോ അല്ലെങ്കിൽ പോളിമർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ആണ്. RNA-യും പോളിമർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവ തങ്ങളിൽ ബേസ് പെയറിംഗ്, കോംപ്ലിമെൻ്ററി ബേസ് പെയറിംഗ് റൂളും നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ DNA-യിൽ നിന്ന് mRNA ഉണ്ടാകുന്ന അക്കൗണ്ട് ചെയ്യുക വളരെ എളുപ്പമായിരുന്നു. ഇവിടെ തന്നെ DNA-യിൽ നിന്ന് mRNA ഫോം ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ്. കാരണം ഒരു സെയിം മീഡിയയിലുള്ള മെസ്സേജ് നമ്മൾ ട്രാൻസ്ഫർ ആയതുകൊണ്ട് നമ്മളതിനെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വിളിച്ചു. ഇനി mRNA നമുക്കറിയാം പോളിമർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പ്രോട്ടീൻ ആണെങ്കിൽ പോളിമർ ഓഫ് അമിനോ ആസിഡ്സ് ആണ്. അപ്പോൾ ഇവിടെ ലാംഗ്വേജ് മാറി. അപ്പോൾ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞ ആൽഫബറ്റ് കൊണ്ടുള്ള ലാംഗ്വേജിലാണ് മെസ്സേജ് mRNA-യിൽ ഇരിക്കുന്നതെങ്കിൽ അമിനോ ആസിഡ് കൊണ്ടുള്ള ആൽഫബറ്റുകളുടെ ഒരു ലാംഗ്വേജിലാണ് പ്രോട്ടീനിൽ ജനറ്റിക് മെസ്സേജ് ഇരിക്കുന്നത്. അപ്പം ഒരു ലാംഗ്വേജിന് അടുത്ത ലാംഗ്വേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന അർത്ഥത്തിൽ നമ്മൾ ആ പ്രോസസ്സിനെ ട്രാൻസ്ലേഷൻ എന്ന് പറയും. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും കൂടി ചേർന്നതാണ്. അപ്പോൾ ഇത് പഠിക്കാനായിട്ട് നമുക്ക് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. നോക്കൂ, എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് ആദ്യം നോക്കാം. വാട്ട് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് എനി ടൈപ്പ് ഓഫ് RNA ഫ്രം DNA. ഇപ്പോൾ DNA-യിലെ മെസ്സേജ് അനുസരിച്ച് ഏതെങ്കിലും ഒരു ടൈപ്പ് RNA, അതായത് mRNA ആകാം, tRNA ആകാം, rRNA ആകാം, ഏതെങ്കിലും ഒരു ടൈപ്പ് RNA DNA-യിൽ നിന്ന് ഫോം ചെയ്തതിന് പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഇവിടെ എന്താ നടക്കുക? ഇവിടെ നടക്കുന്നത് പോളിമറൈസേഷൻ ഓഫ് റൈബോ ന്യൂക്ലിയോടൈഡ്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ എൻസൈം എന്തായിരിക്കും? RNA പോളിമറൈസ് ആയിരിക്കും ഇവിടുത്തെ എൻസൈം, RNA പോളിമറൈസ്. എന്ത് RNA പോളിമറൈസ്? ഇവിടെ ടെംപ്ലേറ്റ് DNA ആണ്. അതുകൊണ്ട് തന്നെ DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് ആയിരിക്കും ഇവിടുത്തെ പ്രധാനപ്പെട്ട എൻസൈം. ഇവിടെ DNA-യിൽ നിന്നും RNA എങ്ങനെയാണ് ഫോം ചെയ്യുക? ഒബേയിങ് ദ റൂൾ ഓഫ് കോംപ്ലിമെൻ്ററി പെയറിംഗ് ആണ്. അപ്പോൾ DNA-യിൽ അഡിനിൻ ആണെങ്കിൽ RNA വരുമ്പോഴത്തേക്കും അഡിനോട്ട് പേര് തൈമിനാണ്. തൈമിൻ RNA ഇല്ല, അതുകൊണ്ട് ഇവിടെ യുറാസിലായിരിക്കും. ഈ ഒരു എക്സെപ്ഷൻ മാത്രം. അഡിനിന് ആയിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുന്നത് യുറാസിലാണെന്ന എക്സെപ്ഷൻ മാത്രമേ ഉള്ളൂ. തൈമിനായിട്ട് അഡിനിൻ വരുന്നു, ഗുവനായിട്ട് RNA-യിൽ ഗുവനായിട്ട് RNA-യിൽ വരുന്നത് സൈറ്റോസിൻ ആയിരിക്കും. ഇവിടെ DNA-യിൽ സൈറ്റോസിൻ ആണെങ്കിൽ അതിന് പകരം RNA-യിൽ കോംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഗുവാനായിരിക്കും. അപ്പം ബേസ് പെയറിംഗ് റൂൾ അനുസരിച്ചാണ് RNA ഫോം ചെയ്യുന്നത്. ഒറ്റ എക്സെപ്ഷനേ ഉള്ളൂ. അഡിനിൻ വരുമ്പോഴത്തേക്ക് RNA-യിൽ യുറാസിൽ വെച്ച് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് DNA-യിൽ നിന്നും RNA ഫോം ചെയ്യുന്നത്. നമ്മളതിന് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും. ഇനി അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുമ്പോൾ നോക്കൂ, ഡിഫറൻസ് ബിറ്റ്വീൻ റെപ്ലിക്കേഷൻ ആൻഡ് ട്രാൻസ്ക്രിപ്ഷൻ റെപ്ലിക്കേഷൻ നമ്മൾ ഡിഫറൻസ് എന്തൊക്കെയാണ് നോക്കൂ. DNA റെപ്ലിക്കേഷനിൽ പുതിയ DNA ആണ് ഫോം ചെയ്യുന്നത്. ന്യൂ DNA ഈസ് ഫോംഡ്. ട്രാൻസ്ക്രിപ്ഷനിലാണെങ്കിൽ ന്യൂ RNA ഈസ് ഫോംഡ്. ദ RNA മേ ബി mRNA, tRNA or rRNA. Second point, here the enzyme is DNA dependent DNA polymerase ആണ്. അപ്പോൾ DNA റെപ്ലിക്കേഷൻ നടക്കുന്ന പോളിമറൈസേഷൻ ഓഫ് ഡിയോക്സിറൈബോന്യൂക്ലിയോടൈഡ്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ എൻസൈം DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് ആയിരിക്കും. ട്രാൻസ്ക്രിപ്ഷനിലാണെങ്കിൽ അവിടുത്തെ എൻസൈം DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് ആയിരിക്കും. കാരണം ദർ the polymerization of ribonucleotides.
തേർഡ് പോയിന്റ്, 2 strands ഓഫ് DNA ആർ കോപ്പീഡ്. DNA 2 സ്ട്രാൻഡും കോപ്പി ചെയ്തിട്ടാണ് റെപ്ലിക്കേഷൻ നടക്കുക. അല്ലെങ്കിൽ ഒരു DNA കണ്ടന്റ് മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടാണ് DNA ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നതെങ്കിൽ ട്രാൻസ്ക്രിപ്ഷനിൽ അങ്ങനെയല്ല. ട്രാൻസ്ക്രിപ്ഷനിൽ DNAയിലെ ഒരു സ്ട്രാൻഡ് മാത്രമേ കോപ്പി ചെയ്യുള്ളൂ. ആ സ്ട്രാൻഡ് എന്ന് പറയുന്നത് 3' 5' ഡയറക്ഷനിൽ കാണുന്ന ആ സ്ട്രാൻഡ് ആയിരിക്കും അവിടെ കോപ്പി ചെയ്യുക. ഇത് നമ്മൾ ടെംപ്ലേറ്റ് എന്ന് വിളിക്കും. ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയും. അപ്പോൾ DNA ഒരു സ്ട്രാൻഡ് മാത്രം കോപ്പി ചെയ്യുന്നു. ദാറ്റ് സ്ട്രാൻഡ് ഇസ് കോൾഡ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. അതിൻ്റെ ഡയറക്ഷൻ 3' to 5' ആയിരിക്കും. കുറച്ചൊരു വ്യക്തമായിട്ട് പറഞ്ഞാൽ DNA ഒരു സ്ട്രാൻഡ് മൊത്തത്തിൽ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നില്ല. ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡുള്ള ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റ് ഏതാണോ ആ ജീനിനെ കോഡ് ചെയ്യുന്നത്, ആ പർട്ടിക്കുലർ സെഗ്മെൻറ്റ് മാത്രമാണ് അവിടെ കോഡ് ചെയ്യപ്പെടുന്നത്. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനാണ്, വൈ ബോത്ത് ദ സ്ട്രാൻഡ്സ് ഓഫ് DNA ആർ നോട്ട് കോപ്പീഡ് ഡ്യൂറിങ് ട്രാൻസ്ക്രിപ്ഷൻ. നോക്കാം. ഈ ഒരു DNA കാണിച്ചിരിക്കുകയാണ്. ആ DNAയിലെ ഒരു 3' 5' സ്ട്രാൻഡ് ആണെങ്കിൽ ATGC അതിൻ്റെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് 5' to 3' അല്ലെങ്കിൽ TACG എന്നായിരിക്കും നൈട്രേറ്റ് ബേസ് സീക്വൻസ്. ഇനി സാധാരണ നടക്കുന്നത് 3' 5' ആണ് ടെംപ്ലേറ്റ്. ഇതാണ് ടെംപ്ലേറ്റ് ആയിട്ട് പ്രവർത്തിക്കുക. 3' to 5'. ആ ടെംപ്ലേറ്റിൽ നിന്നും ഒരു പർട്ടിക്കുലർ mRNA ഉണ്ടാകുന്നു. ആ mRNA ഉണ്ടാകുമ്പോൾ അതിൻ്റെ സീക്വൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ സീക്വൻസ് നോക്കൂ. A വരുമ്പോൾ ഇവിടെ U ആയിരിക്കും ഇവിടെ സപ്ലിമെൻറ്റ് ചെയ്യുക. T വരുമ്പോഴത്തേക്ക് A ആയിരിക്കും. G വരുമ്പോൾ C വരുമ്പോൾ G. അപ്പോൾ ഇവിടെ UACG ആയിരിക്കും. UACG എന്ന് പറയുന്ന നൈട്രജൻ ബേസ് സീക്വൻസ് ഉള്ള ഒരു mRNA ആയിരിക്കും അവിടെ ഫോം ചെയ്യുക. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. നിങ്ങൾ ഈ 5' 3' രണ്ടാമത്തെ സ്ട്രാൻഡും കൂടെ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. നോക്കൂ, ഈ സ്ട്രാൻഡും കൂടെ ഇവിടെ കോഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ കോപ്പി ചെയ്യപ്പെടുകയാണെങ്കിൽ T വരുമ്പോഴത്തേക്ക് ഇവിടെ A വരും. AUGC ഇങ്ങനെയായിരിക്കും ഇവിടെ കോംപ്ലിമെൻ്ററി mRNA ഇവിടെ ഫോം ചെയ്യുക. അപ്പോൾ ഈ രണ്ട് mRNA നമ്മൾ പരിശോധിക്കുമ്പോൾ 5' to 3' നോക്കും. ഇവിടുത്തെ ഒന്നാമത്തെ 3 നൈട്രജൻ ബേസസ് എന്ന് പറയുന്നത് UAC ആണ്. ഇവിടെ 6' നോക്കുമ്പോൾ നോക്കൂ CGU ആണ്. ഇവിടെ നമ്മൾ വായിക്കും CGU ആണ്. അപ്പോൾ ഒന്നാമത്തെ 3 നൈട്രജൻ ബേസിൽ തന്നെ വ്യത്യാസമാണ്. അപ്പോൾ 2 നൈട്രജൻ ബേസ് സീക്വൻസ് ഉള്ള 2 mRNA ഫോം ചെയ്യുമ്പോൾ അവയിൽ നിന്ന് 2 തരത്തിലുള്ള പ്രോട്ടീൻ സിന്തസിസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സിന് 2 തരം പ്രോട്ടീൻ വരുമ്പോഴത്തേക്ക് മെറ്റബോളിക് റിയാക്ഷൻ അവിടെ കോംപ്ലിക്കേറ്റഡ് ആയി മാറും. അത് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ, ഈ 2 സ്ട്രാൻഡുകൾ തന്നെ. അപ്പോൾ ഈ 2 സ്ട്രാൻഡും തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഞാനിവിടെ മാറ്റി എഴുതാം ആ 2 സ്ട്രാൻഡുകൾ. അപ്പോൾ മേളത്തെ സ്ട്രാൻഡിൽ UACG ആയിരുന്നു. താഴത്തെ സ്ട്രാൻഡ് നോക്കൂ AUGC ആണ്. ഈ 2 സ്ട്രാൻഡുകൾ ഇപ്പോൾ ഈ DNAയുടെ 2 സ്ട്രാൻഡും കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന 2 mRNA സ്ട്രാൻഡുകളും അവയും പരസ്പരം കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ സെല്ലിനകത്ത് ഈ 2 സ്ട്രാൻഡും കോപ്പി ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന 2 mRNAയും ഡബിൾ സ്റ്റാൻഡായി മാറും. പെയറിങ് നടക്കുമ്പോഴത്തേക്ക് അവയ്ക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റാതെയാവും. ഈ mRNA അവിടെ സൈലൻ്റായി മാറുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും. ഈ 2 കാരണങ്ങൾ കൊണ്ട് സെല്ലിൽ 2 DNA സ്ട്രാൻഡും കോപ്പി ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അടുത്ത് നമുക്ക് 2 ടേംസ് പരിചയപ്പെടണം, ടെംപ്ലേറ്റ് സ്ട്രാൻഡും കോഡിംഗ് സ്ട്രാൻഡും. എന്നാൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ട്രാൻസ്ക്രിപ്ഷൻ്റെ ഭാഗമായിട്ട് ഏത് DNA സ്ട്രാൻഡാണോ കോപ്പി ചെയ്യപ്പെടുന്നത് അതിന് വിളിക്കുന്ന പേരാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. നമുക്കറിയാം 3' to 5' ഇതാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് പ്രവർത്തിക്കുന്നത്. 3' to 5' ആയിരിക്കും ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ആ ടെംപ്ലേറ്റ് സ്ട്രാൻഡിനനുസരിച്ച് നോക്കൂ, ട്രാൻസ്ക്രിപ്ഷൻ വഴി ഒരു mRNA ഫോം ചെയ്തെന്ന് വിചാരിക്കുക. ആ mRNA A വരുമ്പോഴത്തേക്ക് അവിടെ U വരുന്നു. Tക്ക് Aയും Gക്ക് Cയും Cക്ക് Gയുമാണ് അവിടെ വരിക. അപ്പം ATGC എന്ന് പറയുന്ന ടെംപ്ലേറ്റിൽ നിന്നും UACG എന്ന് പറയുന്ന mRNA ഫോം ചെയ്യും. അപ്പോൾ ആ mRNA നമ്മൾ പരിശോധിച്ചാൽ അതിൽ നൈട്രോബൻ സീക്വൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കൂ, UACG ഇവിടെ നോക്കൂ, Tക്ക് പകരം U. അപ്പം DNAയിലെ രണ്ടാമത്തെ സ്ട്രാൻഡായ 5' 3' സ്ട്രാൻഡിലെ ജനറ്റിക് ബേസും ഈ mRNAയിലെ ജനറ്റിക് ബേസും തമ്മിൽ ഏകദേശം തുല്യമാണെന്ന് കാണാം. mRNAയിൽ U വരുമ്പോൾ ഈ സ്ട്രാൻഡിൽ T ആണ് വരിക. ബാക്കി സെയിം ആണ്. ACG സെയിം ആണ്. വീണ്ടും ഇവിടെ T വരുമ്പോൾ ഇവിടെ U ആയിരിക്കും വരിക. അപ്പം അഡിനിൻ്റെയും യുറാസിലിൻ്റെയും കാര്യത്തിൽ മാത്രമാണ് ഇവ തമ്മിൽ ഇവിടെ വ്യത്യാസപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നിന്നും ഉണ്ടാകുന്ന mRNA ഈ രണ്ടാമത്തെ സ്ട്രാൻഡ് 5' 3' സ്റ്റാൻഡ് നൈട്രജൻ ബേസിനുമായിട്ട് ഇക്വലൻ്റ് ആയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ സ്ട്രാൻഡ് നമ്മൾ പറയുന്ന പേര് കോഡിംഗ് സ്ട്രാൻഡ് എന്നാണ്. കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ ഇതിലെ മെസ്സേജാണ് ഇവിടെ കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കോഡിംഗ് നടക്കുന്നത് അല്ലെങ്കിൽ
ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന ടെംപ്ലേറ്റ് സ്ട്രാൻഡിനാണെങ്കിലും അവിടെ ഉണ്ടാക്കപ്പെടുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ സ്ട്രാൻഡ് തത്തുല്യമായിരിക്കും. അതുകൊണ്ട് നമ്മളിതിനെ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഈ ടെംപ്ലേറ്റിന് ഒരു പേരൂടെ നമുക്ക് പറയേണ്ടി വരും, നോൺ കോഡിംഗ് സ്ട്രാൻഡ് എന്നുകൂടെ പറയേണ്ടി വരും. നോൺ കോഡിംഗ് സ്ട്രാൻഡ്. അപ്പോൾ നോൺ കോഡിംഗ് സ്ട്രാൻഡും ടെംപ്ലേറ്റ് സ്ട്രാൻഡും തുല്യമാണ്. എന്നാൽ 5' 3' DNA സ്ട്രാൻഡ് നമ്മൾ പറഞ്ഞ പേര് കോഡിംഗ് സ്ട്രാൻഡ് എന്നാണ് അങ്ങനെ പറയാൻ കാരണം ആ കോഡിംഗ് സ്ട്രാൻഡിലെ അതേ മെസ്സേജാണ് ഏകദേശം mRNAയിൽ കാണപ്പെടുന്നത്. ഇത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ട്രാൻസ്ക്രിപ്ഷൻ ആവശ്യമുണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ എന്തെല്ലാം കാണുമെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും സ്ട്രക്ചറൽ ജീൻ, അതാണ് കോപ്പി ചെയ്യപ്പെടേണ്ടത്. ഒരു പോളിപെപ്റ്റൈഡിനെ കോഡ് ചെയ്യുന്ന മീനിങ് ഫുൾ ജീനാണ് സ്ട്രക്ചറൽ ജീൻ, അതാണ് ഇവിടെ കോപ്പി ചെയ്യപ്പെടേണ്ടത്. പക്ഷേ അത് മാത്രമല്ല ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിലുള്ളത്. അതിന് പുറമെ പ്രൊമോട്ടർ, ടെർമിനേറ്റർ, ഈ രണ്ട് സീക്വൻസും കൂടി അവിടെ കാണാം. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ജീനിന് പുറമെ പ്രൊമോട്ടറും ടെർമിനേറ്ററും കൂടി ഉൾപ്പെട്ടതാണ്. ഇനി അവയുടെ പൊസിഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എപ്പോഴും ഈ ജീനുകളുടെ എല്ലാം ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിലെ ജീനുകളുടെ എല്ലാം പൊസിഷൻ നമ്മൾ പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു കോഡിംഗ് സ്ട്രാൻഡാണ്. കോഡിംഗ് സ്ട്രാൻഡിൻ്റെ പൊസിഷൻ അനുസരിച്ചാണ് പറയുക. അപ്പോൾ പ്രൊമോട്ടർ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ് ദ 5' എൻഡ് ഓഫ് കോഡിംഗ് സ്ട്രാൻഡ്. അപ്പോൾ കോഡിംഗ് സ്ട്രാൻഡ് 5' എൻഡിലാണ് പ്രൊമോട്ടർ ഇരിക്കുന്നത്. നോക്കൂ, ഇതാ ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് കോഡിംഗ് സ്ട്രാൻഡ്, അതിൻ്റെ 5' എൻഡിലാണ് പ്രൊമോട്ടർ ഇരിക്കുന്നത്. നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര് അപ്സ്ട്രീം എൻഡ് എന്നാണ്. അപ്സ്ട്രീം. അപ്പം കോഡിംഗ് സ്ട്രാൻഡ് ഡയറക്ഷൻ നോക്കൂ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അപ്സ്ട്രീമാണ്, ഇത് ഡൗൺ സ്ട്രീമാണ്. അപ്പം പ്രൊമോട്ടർ സീക്വൻസ് 5' എൻഡ് ഓഫ് കോഡിംഗ് സ്ട്രാൻഡിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ അപ്സ്ട്രീമിൽ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ അപ്സ്ട്രീമിലാണ് പ്രൊമോട്ടറിൻ്റെ സ്ഥാനം. എന്താണ് പ്രൊമോട്ടറിൻ്റെ ജോലി? അതാണ് RNA പോളിമറൈസിനുള്ള ബൈൻഡിങ് സൈറ്റ്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് RNA പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്യുന്നത് ഈ പ്രൊമോട്ടർ സീക്വൻസിലാണ്. ഇനി ടെർമിനേറ്റർ ഇരിക്കുന്നത് എവിടെയാണ്? 3' എൻഡ് ഓഫ് കോഡിംഗ് സ്ട്രാൻഡിലാണ്. 3' എൻഡിലാണ് നമ്മുടെ ടെർമിനേറ്റർ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ടെർമിനേറ്റർ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ ഡൗൺ സ്ട്രീമിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് പറയേണ്ടി വരും. എന്നാൽ ടെർമിനേറ്ററിൻ്റെ ജോലി ടെർമിനേറ്ററിലേക്ക് എത്തുമ്പോഴാണ് ട്രാൻസ്ക്രിപ്ഷൻ എൻഡ് ചെയ്യുന്നത്, അവസാനിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ അവസാനിപ്പിക്കുന്ന ജോലിയാണ് ടെർമിനേറ്റർക്ക് ഉള്ളത്. അപ്പോൾ ഈ സ്ട്രക്ചറൽ ജീനെ സംബന്ധിച്ച് പ്രൊമോട്ടറിനും ടെർമിനേറ്ററിനും വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ പ്രൊമോട്ടറിൻ്റെയും ടെർമിനേറ്ററിൻ്റെയും പൊസിഷൻ അനുസരിച്ചാണ് സ്ട്രക്ചറൽ ജീൻ്റെ ലെങ്ത്തും അതിൻ്റെ സ്വഭാവവും എല്ലാം തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ എവിടെയാണോ പ്രൊമോട്ടർ ഇരിക്കുന്നത് അവിടെ മുതൽ എവിടെയാണോ ടെർമിനേറ്റർ ഇരിക്കുന്നത് അതുവരെയാണ് സ്ട്രക്ചറൽ ജീനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ഈ രണ്ട് പൊസിഷൻ പ്രൊമോട്ടറും ടെർമിനേറ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് വിചാരിക്കുക. ഇവിടെ ഇപ്പം പ്രൊമോട്ടറായി, ഇവിടെ ടെർമിനേറ്ററായി എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പം പ്രൊമോട്ടർ ഇവിടെയായിരുന്നു, അപ്പോൾ ഈ 3' ഇതായിരുന്നു ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ഇനി ഇവ അങ്ങോട്ടും ഇങ്ങോട്ട് സ്ഥാനം മാറ്റുമ്പോൾ നമുക്ക് ഈ 3' to 5' ഈ ഗ്രീൻ കളറിലെ കോഡിംഗ് സ്റ്റാൻഡ് ആയിരിക്കും അവിടെ ടെംപ്ലേറ്റ് ആയിട്ട് മാറുക. അപ്പോൾ ഈ രണ്ട് സ്റ്റാൻഡിലെയും നൈട്രജൻ ബേസ് സീക്വൻസ് വ്യത്യാസപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ സ്ട്രക്ചറൽ ജീനിൻ്റെ ഘടന തന്നെ മാറും. അതുകൊണ്ടാണ് പറയുന്നത് സ്ട്രക്ചറൽ ജീനിൻ്റെ പൊസിഷനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടാണ് പ്രൊമോട്ടറിൻ്റെയും ടെർമിനേറ്ററിൻ്റെയും പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പം RNA പോളിമറൈസ് പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്യുന്നു. ഇനി അങ്ങോട്ട് ടെംപ്ലേറ്റ് സ്റ്റാൻഡിൽ കൂടെ റീഡ് ചെയ്യുന്നു. ടെർമിനേറ്റ് എത്തുമ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ അവസാനിക്കും. അങ്ങനെയാണ് നടക്കുന്നത്. ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റും ജീനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഇവിടെ നോക്കാം. ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്? നമുക്കറിയാം. അതിനകത്ത് കാണുന്നത് സ്ട്രക്ചറൽ ജീന് കാണാം, പ്രൊമോട്ടർ കാണാം, പിന്നെ ടെർമിനേറ്ററും കാണും. ഇത് മൂന്നും ചേർന്നതാണ് ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. എന്താണ് ജീൻ എന്ന് പറയുന്നത്? ജീൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജീന് പിന്നീട് ജീൻ്റെ ലൊക്കേഷൻ ക്രോമസോം ആണെന്നും അതിനുശേഷം ജീൻ്റെ ലൊക്കേഷൻ DNA ആണെന്ന് നമ്മൾ കണ്ടെത്തി. അപ്പോൾ DNAയിലെ ജീൻ അതിൻ്റെ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അതിനനുസൃതമായുള്ളൊരു പ്രോട്ടീൻ അഥവാ പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടാക്കണം. അപ്പോൾ DNAയിൽ പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടാക്കുന്ന മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് നമ്മൾ പറയുന്ന പേര് സിസ്ട്രോൺ എന്നാണ്. അപ്പോൾ DNAയിലെ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന സെഗ്മെൻറ്റ് അല്ലെങ്കിൽ സീക്വൻസ് സിസ്ട്രോൺ ആണെങ്കിൽ സ്ട്രക്ചറൽ ജീനെ നമുക്ക് സിസ്ട്രോണുമായിട്ട് സിനോണിമാണെന്ന് പറയേണ്ടതായി വരും. അപ്പം അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചറൽ ജീനിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ സിസ്ട്രോണിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ സ്ട്രക്ചറൽ ജീൻ തന്നെ രണ്ട് തരത്തിലാണ്. മോണോസിസ്ട്രോണിക്
പോളിസിസ്ട്രോണിക്. മോണോസിസ്ട്രോണിക്കും പോളിസിസ്ട്രോണിക്കും. മോണോസിസ്ട്രോണിക് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറൽ ജീനിന് ഒരു പോളിപെപ്റ്റിഡിനെ കോഡ് ചെയ്യുന്ന ജീൻ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിന് മോണോസിസ്ട്രോണിക് എന്ന് പറയും. യൂക്കാരിയോട്ടിക് ജീനുകളുടെ പ്രത്യേകത അതാണ്. യൂക്കാരിയോട്ടിക് ജീനുകളെല്ലാം മോണോസിസ്ട്രോണിക് എന്നാണ് പറയുന്നത്. പോളിസിസ്ട്രോണിക് ആണെങ്കിൽ സ്ട്രക്ചറൽ ജീൻ, ഒരു സ്ട്രക്ചറൽ ജീനിൽ തന്നെ ഒന്നിലധികം പോളിപെപ്റ്റിഡിനെ കോഡ് ചെയ്യുന്ന ജീനുകൾ ചേർന്ന് കാണും. അത് നമ്മൾ പോളിസിസ്ട്രോണിക് എന്ന് പറയും. അത് പ്രോകാരിയോട്സിൻ്റെ പ്രത്യേകതയാണ്. പ്രോകാരിയോട്സിൽ അങ്ങനെയാണ് കാണുക. ഇനി അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് ജീനിനെ ഡിഫൈൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ DNA ടേംസിൽ ജീനിന് ഡെഫിനേഷൻ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ഇങ്ങനെ പല പല ആട്രിബ്യൂട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ യൂക്കാരിയോട്ടിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കാണ് യൂക്കാരിയോട്ടിക് ജീൻ. ഇപ്പോൾ DNA യൂക്കാരിയോട്ടിക് ജീൻ നോക്കിയാൽ നമ്മൾ മോണോസിസ്ട്രോണിക് ഒരു ജീൻ എന്ന് പറയുന്നത് ഒരു പോളിപെപ്റ്റിഡിനെ കോഡ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു സിംഗിൾ സിസ്ട്രോണിനുള്ളിൽ തന്നെ ചില അൺവാണ്ടഡ് സീക്വൻസസ് കാണാം. നമ്മൾ അവയെ വിളിക്കുന്ന പേര് ഇൻട്രോൺസ് എന്നാണ്. ഇൻട്രോൺസ്. അപ്പം മോണോസിസ്ട്രോണിക് യൂക്കാരിയോട്ടിക് ജീനിലെ ഒരു ജീനകത്ത് കാണുന്ന ട്രാൻസ്ലേറ്റഡ് സീക്വൻസസിനെ ഇൻട്രോൺസ് എന്ന് പറയും. ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നവയെ നമ്മൾ എക്സോണുകൾ എന്നാണ് വിളിക്കുക. എക്സോൺ. അപ്പോൾ ഇവിടെ ഒരു മോണോസിസ്ട്രോണിക് ജീന് തന്നെ ഇവിടെ 3 എക്സോണായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു, സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു, 2 ഇൻട്രോണിൻ്റെ പ്രസൻസും ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ പറയും ദ ജീൻസ് ആർ സ്പ്ലിറ്റ് എന്ന് പറയും. സ്പ്ലിറ്റ് ജീൻ എന്ന് വിളിക്കുന്നതിനാണ് സ്പ്ലിറ്റ് ജീൻ. അപ്പം യൂക്കാരിയോട്ടിലെ മോണോസിസ്ട്രോണിക് ജീനുകളെല്ലാം സ്പ്ലിറ്റ് ജീനാണ്. ഇൻട്രോണുകളാൽ അവ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ജീൻ വരുമ്പോൾ DNA ഡിഫൈൻ ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടിലേക്ക് വരും. ഇനി അതുപോലെ തന്നെ DNAയിൽ നിന്നും mRNA ഫോം ചെയ്തിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അപ്പോൾ പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന സീക്വൻസ്, mRNA കോഡ് ചെയ്യുന്ന സീക്വൻസ് ഇവിടെയുണ്ട് DNA. അപ്പോൾ DNAയിൽ mRNA കോഡ് ചെയ്യുന്ന സീക്വൻസാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നു. കാരണം എന്താണ്? അതിൽ നിന്നാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ. ഇനി tRNA, RNA ഇതും DNA നിന്ന് ഉണ്ടാകുന്നതാണ്. അപ്പോൾ tRNAയും RNAയും ഒരു പ്രോട്ടീനെയും കോഡ് ചെയ്യുന്നില്ല. എന്നാലും tRNAയും RNAയും ഫോം ചെയ്യുന്ന DNAയിലെ സീക്വൻസസിനെ നമ്മൾ ജീൻ എന്ന് തന്നെ വിളിക്കേണ്ടി വരും. ഇനി അതുപോലെ തന്നെ സ്ട്രക്ചറൽ ജീൻ നമ്മൾ പറഞ്ഞു, പോളിപെപ്റ്റൈഡിനെ കോഡ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. എന്നാൽ പ്രൊമോട്ടർ, ടെർമിനേറ്റർ ഇവയും വളരെ പ്രധാനപ്പെട്ട DNAയിലുള്ള സീക്വൻസസ് ആണ്. ഇവ സ്ട്രക്ചറൽ ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷനെ കൺട്രോൾ ചെയ്യുന്നവയാണ്. അവയെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ജീൻ എന്ന് വിളിക്കേണ്ടി വരും. പ്രൊമോട്ടർ ജീനെന്നും ടെർമിനേറ്റർ ജീനെന്നും അതിനെയും പറയുന്നു. അപ്പോൾ ജീനിനെ ഇൻ ടേംസ് ഓഫ് DNA നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വളരെ ഒറ്റയടിക്ക് ഡിഫൈൻ ചെയ്യാൻ പ്രയാസമായിരിക്കും. ഇനി നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ ടൈപ്സ് ഓഫ് RNA ഇൻ പ്രോകാരിയോട്സ്. നമ്മൾ ഈക്കോളയിലെ പ്രോട്ടീൻ സിന്തസിസ് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പം ഈക്കോളയിൽ കാണുന്ന RNA ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 3 ടൈപ്സ് ആണ്. 3 ടൈപ്സ്, 3 തരത്തിലുള്ള RNAകളാണ് കാണുന്നത്. നോക്കൂ, ഒന്ന് mRNA, 2 tRNA, 3 rRNA. മെസ്സഞ്ചർ RNA, ട്രാൻസ്ഫർ RNA ആൻഡ് റൈബോസോമൽ RNA. മെസ്സഞ്ചർ RNAയുടെ പ്രത്യേകത എന്താണ്? ലീസ്റ്റ് അബണ്ടൻ്റ് ആയിരിക്കും. ഏറ്റവും കുറഞ്ഞ അളവിൽ കാണുന്നത് mRNA ആയിരിക്കും. 1 to 2% അല്ലെങ്കിൽ 1 to 5% ഒക്കെയാണ് mRNA കാണുന്നത്. ഇനി അവ ലീനിയർ ആയിരിക്കും. അവയുടെ ഷേപ്പ് നീളത്തിൽ ലീനിയർ ആയിരിക്കും. ഷോർട്ട് ലിവ്ഡ് ആണ്, ചുരുങ്ങിയ സമയം മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അവ കോഡോൺ ബെയറിംഗ് ആണ്. ഇപ്പോൾ ജനറ്റിക് കോഡിലുള്ള കോഡോൺ എന്ന് പറഞ്ഞ ആ ജനറ്റിക് കോഡ് ബെയർ ചെയ്യുന്ന RNA ഏതാണ് ചോദിച്ചാൽ നിങ്ങൾക്ക് mRNA എന്ന് പറയാം. അടുത്ത ട്രാൻസ്ഫർ RNA. ട്രാൻസ്ഫർ RNAയുടെ ജോലി mRNAയിൽ ഈ കോഡോണുകളെ റീഡ് ചെയ്യുക, അതിനനുസരിച്ചുള്ള അമിനോ ആസിഡിനെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള tRNAയുടെ ജോലി. അതുകൊണ്ട് തന്നെ നമ്മൾ അവയെ അഡാപ്റ്റർ RNA എന്ന് പറയും. അവയെ സോളിബിൾ RNA, പഴയ പേരാണ് സോളിബിൾ RNA അല്ലെങ്കിൽ sRNA എന്ന് വിളിക്കുന്നത് tRNA ആണ്. ആൻറ്റി കോഡോൺ ബെയറിംഗ്. അപ്പോൾ mRNAയിൽ കോഡോൺ ഉണ്ടെങ്കിൽ ആൻറ്റി കോഡോൺ ഇരിക്കുന്നത് tRNAയിലാണ്. അമിനോ ആസിഡ് ഇരിക്കുന്നതും, അപ്പോൾ ട്രാൻസ്ലേഷൻ നടക്കുന്ന സമയത്ത് അമിനോ ആസിഡ് ഇരിക്കുന്നത് tRNAയിലാണ്. മോഡറേറ്റ്ലി അബണ്ടൻ്റ് ആയിരിക്കും അവ. അപ്പോൾ മോഡറേറ്റ്ലി അബണ്ടൻ്റ് 10 to 15% ആണ് tRNA കാണുന്നത്. ഇനി ലൈറ്റസ്റ്റ് വെയിറ്റ് വെച്ച് നോക്കണമെങ്കിൽ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ RNA tRNA ആയിരിക്കും. ഇനി rRNA, റൈബോസോമൽ RNA. റൈബോസോമൽ RNAയുടെ ഒരു പ്രത്യേകത മോസ്റ്റ് അബണ്ടൻ്റ് ആണ്. 70 to 80% rRNA ആയിരിക്കും. ഇൻസോളിബിൾ RNA എന്ന് വിശേഷിപ്പിക്കുന്നത് rRNA ആണ്. ഏറ്റവും വെയിറ്റ് കൂടിയ RNAയും ഹെവിയസ്റ്റ് RNAയും rRNA ആണ്. ഇനി rRNAയ്ക്ക് 2 ഫംഗ്ഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. ഒന്ന് സ്ട്രക്ചറൽ ഫംഗ്ഷനും വേറൊന്ന് കാറ്റലിറ്റിക് ഫംഗ്ഷനും. സ്ട്രക്ചറൽ ഫംഗ്ഷൻ, കാറ്റലിറ്റിക് ഫംഗ്ഷൻ. അവ സ്ട്രക്ചറൽ കമ്പോണൻ്റായിട്ട് പ്രവർത്തിക്കുന്നത് ആരുടെ? റൈബോസോമുകളുടെ. അപ്പോൾ റൈബോസം നിർമ്മിച്ചിരിക്കുന്നത് rRNA. അതുകൊണ്ടാണ് നമ്മൾ റൈബോസോമൽ RNA എന്ന് വിളിക്കുന്നത്. ഇനി ഈ കോളയിൽ കാണുന്ന rRNA സ്ട്രക്ചറലായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന rRNAകൾ ഏതൊക്കെയാണ് നമ്മൾ ചോദിച്ചത്? നമ്മൾ പറയും 23S, 16S, 5S.
അപ്പോൾ 23S, 16S, 5S എന്ന് പറയുന്ന 3 തരം RNA ആണ് നമുക്ക് പ്രോകാരിയോട്ടിൽ കാണാൻ കഴിയും. ഇതിൽ 23S ആണ് കാറ്റലിറ്റിക് ആക്ഷൻ കൂടിയുള്ളത്. അപ്പോൾ 23Sന് സ്ട്രക്ചറൽ ഫംഗ്ഷനും ഉണ്ട്, കാറ്റലിറ്റിക് ഫംഗ്ഷനും ഉണ്ട്. 23S അതാണ് പ്രോകാരിയോട്ടിലുള്ള പ്രത്യേകത. ഇത് നമ്മൾ നമ്മൾ RNA പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് മെക്കാനിസത്തിലേക്ക് പോകാം. ട്രാൻസ്ക്രിപ്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷന് പ്രധാനമായിട്ട് 3 പ്രോസസ്സ് ഉണ്ട്. ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ 3 പ്രോസസ്സുകളുണ്ട്. ഇവിടെ നമുക്കറിയാം ഇവിടുത്തെ പ്രധാനപ്പെട്ട എൻസൈം DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇവിടെ ഈ എല്ലാ പ്രോസസ്സും ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ഈ എല്ലാ പ്രോസസ്സിനും നടത്താനായിട്ട് ഒരു ടൈപ്പ് RNA പോളിമറൈസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓൺലി 1 ടൈപ്പ് ഓഫ് RNA പോളിമറൈസ് ഇസ് പ്രസൻറ്റ് ടു കാറ്റലൈസ് ദ ഹോൾ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ വേറൊരു എൻസൈം അവിടെ ഇല്ല. അപ്പോൾ ഇനീഷ്യേഷൻ, ഒന്നാമത്തെ പ്രോസസ്സ് ഇനീഷ്യേഷൻ. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങണം. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങുന്നത് നമുക്കറിയാം പ്രൊമോട്ടറിൽ നിന്നാണ്. പ്രൊമോട്ടറിലാണ് ആദ്യമായിട്ട് RNA പോളിമറൈസ് പോയി അറ്റാച്ച് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ RNA പോളിമറൈസിന് ഒറ്റയ്ക്ക് പ്രൊമോട്ടറിൽ പോയി ബൈൻഡ് ചെയ്യാൻ കഴിയില്ല. അതിന് ഒരു ഫാക്ടർ കൂടെ വേണം, ഒരു ഇനീഷ്യേഷൻ ഫാക്ടർ കൂടെ വേണം, അല്ലെങ്കിൽ സിഗ്മ ഫാക്ടർ വേണം. അപ്പോൾ RNA പോളിമറൈസ് സിഗ്മ ഫാക്ടർ അല്ലെങ്കിൽ ഇനീഷ്യേഷൻ ഫാക്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഈ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് ലിങ്കേജ് ആയിരിക്കും, ട്രാൻസിയൻറ്റ് ലിങ്കേജ് ആയിരിക്കും. അങ്ങനെ ഈ ഒരു കോംപ്ലക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കോംപ്ലക്സ് ഇവിടെ കാണിച്ചിരിക്കുന്നു RNA പോളിമറൈസും സിഗ്മ ഫാക്ടറും. ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് പ്രൊമോട്ടർ. നമുക്കറിയാം ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് 3' to 5' ആയിരിക്കും. അതാണ് ഇവിടെ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൊമോട്ടർ, യെല്ലോ കളർ പ്രൊമോട്ടറിൽ RNA പോളിമറൈസ് സിഗ്മ ഫാക്ടറും ചേർന്നുള്ളൊരു കോംപ്ലക്സ് പോയി ബൈൻഡ് ചെയ്യുമ്പോൾ എവിടെ നിന്നാണ് ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങേണ്ടത് എന്നുള്ള കാര്യം അവിടെ നിശ്ചയിക്കപ്പെട്ട് കഴിയും. ഇനി അടുത്ത മുന്നോട്ട് പോകേണ്ടത് ഇലോങ്ങേഷനാണ്. അപ്പോൾ ഇനി ഇലോങ്ങേഷൻ നടക്കണമെങ്കിൽ ആദ്യം അൺവൈൻഡിങ് നടക്കണം. അൺവൈൻഡിങ്ങിനോടൊപ്പം എന്ത് നടക്കണം? റൈബോ ന്യൂക്ലിയോറ്റൈഡിൻ്റെ പോളിമറൈസേഷനും നടക്കണം. പോളിമറൈസേഷൻ ഓഫ് റൈബോ ന്യൂക്ലിയോറ്റൈഡ്സ് ഇവിടെ നടക്കുമ്പോഴാണ് ഇലോങ്ങേഷൻ സംഭവിക്കുക. അപ്പോൾ ഇലോങ്ങേഷൻ സംഭവിക്കുമ്പോഴത്തേക്ക് തുടക്കത്തിൽ തന്നെ ഈ സിഗ്മ ഫാക്ടർ ഇനി ആവശ്യമില്ല. ഇനീഷ്യേഷൻ കഴിഞ്ഞാൽ സിഗ്മ ഫാക്ടർ വേണ്ട. സിഗ്മ ഫാക്ടർ ഇന്ന് ആ കോംപ്ലക്സിൽ നിന്ന് സെപ്പറേറ്റ് ആകുമ്പോൾ RNA പോളിമറൈസ് മാത്രം അൺവൈൻഡ് ചെയ്ത് പോളിമറൈസേഷൻ നടത്തി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ആ ചെയിന് ഇലോങ്ങേറ്റ് ചെയ്യുന്നത് കാണാം. ഇത് RNA യെല്ലോ കളറിൽ ഉണ്ടായി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇലോങ്ങേഷൻ പ്രൊസീഡ് ചെയ്യും. അവസാനം ഈ ഗ്രീൻ കളറിൽ ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ടെർമിനേറ്റർ. അതാണ് ടെർമിനേറ്റർ. അപ്പോൾ അവസാനം ടെർമിനേറ്ററിൻ്റെ അടുത്തെത്തുമ്പോൾ വീണ്ടും RNA പോളിമറൈസിന് ഒറ്റയ്ക്ക് ടെർമിനേറ്ററിനെ കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ വീണ്ടും അതൊരു വീക്ക് ലിങ്കേജ് മറ്റൊരു ഫാക്ടറായിട്ടുള്ള റോ ഫാക്ടറുമായിട്ട് അത് ചെയ്യുന്നു. റോ ഫാക്ടറുമായിട്ട് അവ കമ്പൈൻ ചെയ്യുന്നു. ഈ റോ ഫാക്ടർ നമ്മൾ ടെർമിനേഷൻ ഫാക്ടർ എന്നും പറയും. അപ്പോൾ RNA പോളിമറൈസ് റോ ഫാക്ടർ കോംപ്ലിമെൻറ്റ് വന്നു കഴിഞ്ഞാൽ അവ ടെർമിനേറ്റർ സീക്വൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആൻഡ് ടെർമിനേറ്ററിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ട്രാൻസ്ക്രിപ്ഷൻ അവസാനിക്കുന്നു. RNA സെപ്പറേറ്റ് ചെയ്യുന്നു. ഇനി ഈ RNA പോളിമറൈസ് എൻസൈമിനെ ആ സൈറ്റിൽ നിന്ന് റിലീസായി മ്പോഴത്തേക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പോൾ DNA എന്നും RNA ഫോം ചെയ്ത് കഴിഞ്ഞു. ഈ പ്രോസസ്സിനാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇതാ വീണ്ടും ഇനി നമ്മൾ പറഞ്ഞു പ്രോകാരിയോട്ടിൽ ഒരൊറ്റ ടൈപ്പ് RNA പോളിമറൈസേ ഉള്ളൂ നമ്മൾ പറഞ്ഞു. എല്ലാ പ്രോസസ്സും കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ കാറ്റലൈസ് ചെയ്യുന്ന ആ ഒറ്റ എൻസൈമാണ്. എന്നാൽ യൂക്കാരിയോട്ടിലാണെങ്കിൽ 3 തരത്തിലുള്ള 3 ടൈപ്സ് RNA പോളിമറൈസ് ഉണ്ട്. ഈ 3 RNA പോളിമറൈസിൻ്റെയും ഫങ്ഷൻ അല്ലെങ്കിൽ ക്ലിയർ കട്ട് ഡിവിഷൻ ഓഫ് ലേബറാണ് ഈ 3 RNA പോളിമറൈസിനെന്ന് ടെക്സ്റ്റിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ RNA പോളിമറൈസ് 1, RNA പോളിമറൈസ് 2, RNA പോളിമറൈസ് 3 എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് നിങ്ങൾക്ക് യൂക്കാരിയോട്ടിൽ കാണാം. RNA പോളിമറൈസ് 1ൻ്റെ ജോലി, പ്രധാനപ്പെട്ട ജോലിയാണ് അവ rRNA ഫോം ചെയ്യുന്നു. rRNA സിന്തസൈസ് ചെയ്യുക RNA പോളിമറൈസ് 1ൻ്റെ ജോലിയാണ്. പോളിമറൈസ് 2 ആണെങ്കിൽ mRNA ആണ്, ഇവിടെ tRNA. അപ്പോൾ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് നിങ്ങൾ ആദ്യമേ തന്നെ ഓർത്ത് വയ്ക്കുക. പോളിമറൈസ് 1 rRNA ഉണ്ടാക്കുന്നു, 2 mRNA ഉണ്ടാക്കുന്നു, 3 tRNA ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവിടെ യൂക്കാരിയോട്ടിൽ കാണുന്ന rRNA, റൈബോസോമൽ rRNA ഏതൊക്കെയാണ് നമ്മൾ ചോദിച്ചാൽ നമ്മൾ പറയും 28S എന്ന് പറയും, 15.8S എന്ന് പറയും, പിന്നെ 5. അപ്പോൾ ഇവിടെ rRNAകൾ 28S ആയിരിക്കും, 18S ആയിരിക്കും, 5.8S ആയിരിക്കും. 3 ആയിരിക്കും. 28S, 18S, 5.8S. ഈ 3 തരത്തിൽ rRNA ആണ് RNA പോളിമറൈസ് 1 ഉണ്ടാക്കുന്നത്. പിന്നെ rRNAയിൽ ഒരു ടൈപ്പ് കൂടെ ഉണ്ട്, അത് 5S rRNA ആണ്. അത് സിന്തസൈസ് ചെയ്യുന്നത് പോളിമറൈസ്
3 ആയിരിക്കും. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർമ്മിച്ച് വയ്ക്കുക. അപ്പോൾ എല്ലാ റൈബോസോമൽ ആർഎൻഎയും യൂക്കാരിയോട്ടിൽ പോളിമറൈസ് 1 അല്ല ഉണ്ടാക്കുന്നത്, 5s RRNA ഉണ്ടാക്കുന്നത് പോളിമറൈസ് 3 ആയിരിക്കും. ഇനി അടുത്ത ഈ RRNAകൾ 28Sനാണ് കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഉള്ളത്. കാറ്റലൈറ്റിക് ആക്ടിവിറ്റി അപ്പോൾ എൻസൈമായിട്ടും കൂടെ ആക്ട് ചെയ്യുന്നത് 28S ആണ്. യൂക്കാരിയോട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോകാരിയോട്ടിൽ എൻസൈമാറ്റിക് ആക്ടിവിറ്റിയിൽ RRNA 23S ആണെന്ന് പറഞ്ഞു. ഇനി അടുത്ത ഈ RNA പോളിമറൈസ് tRNAയ്ക്കും പുറമെ 5s RRNA ഉണ്ടാക്കുന്നു പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ സ്മോൾ ന്യൂക്ലിയർ RNA എന്ന് പറയുന്ന ഒരു പ്രത്യേകതര RNAയും കൂടി പോളിമറൈസ് 3 നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇത് നമുക്ക് സ്പ്ലൈസിങ്ങിന് ആവശ്യമുള്ളതാണ്. mRNA സ്പ്ലൈസിങ്ങിന് ആവശ്യമുള്ള ഒരു RNAയാണ് സ്മോൾ ന്യൂക്ലിയർ RNA. അത് ഉണ്ടാക്കുന്നത് പോളിമറൈസ് 3 ആണ്. ഇനി ഇവിടെ യൂക്കാരിയോട്ടിൽ നമുക്കറിയാം സ്പ്ലിറ്റ് ജീനാണെന്ന് അറിയാം. സ്പ്ലിറ്റ് ജീൻ എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് ഇൻട്രോണും എക്സോണും കാണും. ഇൻട്രോണിക് സീക്വൻസും എക്സോണിക് സീക്വൻസും കൂടെ ചേർന്നാണ് സ്പ്ലിറ്റ് ജീനായിട്ട് കാണുക. അപ്പോൾ നമ്മൾ mRNA ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ രണ്ട് സീക്വൻസും, ഈ ആവശ്യമുള്ളതും ആവശ്യമില്ല, ഒരു ജീനിൻ്റെ തന്നെ ആവശ്യമുള്ള ആവശ്യമില്ലാത്തതും കൂടെ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ ആദ്യം. അപ്പോൾ ഈ mRNA നിങ്ങൾ പരിശോധിച്ചാൽ ആ mRNAയിൽ തന്നെ നിങ്ങൾക്ക് ഇൻട്രോണിക് സീക്വൻസും എക്സോണിക് സീക്വൻസും കാണാൻ പറ്റും. അങ്ങനെ ഈ രണ്ട് തരത്തിലുള്ള സീക്വൻസ് ഉള്ളവർ നമ്മളിതിനെ ഹെട്രോജീനസ് HNRNA എന്ന് പറയും. ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA നമ്മൾ വിളിക്കും. അതാണ് ഇവിടെ ഉണ്ടാക്കപ്പെടുന്ന പ്രൈമറി RNA. അപ്പോൾ ഹെട്രോജീനസ് RNAയാണ് സത്യത്തിൽ പോളിമറൈസ് 2 ആദ്യം ഉണ്ടാക്കുന്നത്. അതിൽ നിന്നാണ് പിന്നീട് മെച്യൂർ RNA ഉണ്ടാകുന്നത്. അപ്പം ഇവിടെ നമ്മൾ mRNA എന്ന് പറഞ്ഞാലും യഥാർത്ഥ റിയൽ mRNA അല്ല, പ്രൈമറി mRNA അത് HNRNA ആണ്. RNA പോളിമറിൽ നിന്ന് 2ൽ നിന്നും ഉണ്ടാകുന്നത്. നമ്മൾ സ്പ്ലൈസിങ് വരുമ്പോൾ അത് വീണ്ടും നോക്കും. അപ്പോൾ ആ സ്പ്ലൈസിങ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പ്രോകാരിയോട്ട് നോക്കുകയാണെങ്കിൽ, പ്രോകാരിയോട്ട് ഓർ ഈക്കോളൈ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഇല്ല. അപ്പോൾ സെല്ലിനകത്ത് ഒരൊറ്റ പ്ലാറ്റ്ഫോമേ ഉള്ളൂ. അപ്പോൾ സെല്ലിനുള്ളിൽ പോയി കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയർ സെൻറ്റർ കാണാം. പിന്നെ അവിടെ കോമൺ, അപ്പോൾ കമ്പാർട്ട്മെൻറ്റലൈസേഷൻ അവിടെ ഇല്ല. പിന്നെ സൈറ്റോപ്ലാസമയുള്ള കോമൺ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അവിടെ വെച്ചാണ് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടക്കുന്നത്. അപ്പം പ്രോകാരിയോട്ടിൻ്റെ കാര്യത്തിൽ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടക്കുന്നത് സൈറ്റോപ്ലാസിൽ വെച്ചാണ്. കാരണം അവിടെ വേറെ ഡിവിഷൻസ് അവിടെ ഇല്ല. മാത്രമല്ല നമ്മൾ പറയും ഇവിടെ തന്നെ ഈ രണ്ട് പ്രോസസ്സും കപ്പിൾഡ് ആണെന്ന് നമ്മൾ പറയും. കപ്പിൾഡ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ mRNAയിൽ ട്രാൻസ്ലേഷൻ നടക്കുന്നത് കാണാം. അപ്പോൾ ധാരാളം റൈബോസോമുകൾ വന്ന് ഈ mRNA റീഡ് ചെയ്യുന്നത് കാണാം mRNA സിന്തസിസ് അവസാനിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് നടക്കുന്ന അർത്ഥം, സൈമുൾട്ടേനിയസ് ആയിട്ട് നടക്കും. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് നടക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം mRNAയ്ക്ക് പ്രോസസ്സിങ്ങിൻ്റെ ആവശ്യകത ഇല്ല. നോക്കൂ, അപ്പോൾ പ്രോകാരിയോട്ടിൽ mRNA പ്രോസസ്സിങ് ഇല്ല, ആബ്സെൻ്റ് ആണ്. നെയ്സെൻ്റ് ആയിട്ട് mRNA ഉണ്ടാകുമ്പോൾ അതിനോടൊപ്പം തന്നെ ട്രാൻസ്ലേഷനും കൂടെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ രണ്ടും നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. എന്നാൽ നമ്മളിനി യൂക്കാരിയോട്ട് പരിശോധിക്കുമ്പോൾ അതല്ല സ്ഥിതി. യൂക്കാരിയോട്ട് നിങ്ങൾക്കറിയാം ന്യൂക്ലിയസ് കാണാം, ഡെഫിനറ്റ് ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ സൈറ്റോപ്ലാസവും കാണാം. സൈറ്റോപ്ലാസവും ന്യൂക്ലിയസ് അവിടെ ഡിവൈഡ് ചെയ്ത് കാണുന്നു. അപ്പോഴിവിടെ നമ്മൾ നേരത്തെ സ്പ്ലിറ്റ് ജീൻ്റെ കാര്യം പറഞ്ഞു. സ്പ്ലിറ്റ് ജീൻ, അപ്പോൾ ജീനുകൾ സ്പ്ലിറ്റ് ആണെങ്കിൽ നമുക്കറിയാം DNA ജീനുകൾ സ്പ്ലിറ്റായിട്ട് കണ്ടു. അപ്പോൾ ഇൻട്രോണുകൾ കണ്ടു, അതിനിടയ്ക്ക് എക്സോൺ. അപ്പോൾ ഈ എക്സോൺ 1, എക്സോൺ 2, എക്സോൺ 3 ഈ 3 എക്സോണുകളും കൂടെ ചേരുമ്പോഴത്തേക്കാണ് യഥാർത്ഥത്തിലുള്ള സിംഗിൾ മോണോസിസ്ട്രോണിക് ജീനായി മാറുക. അപ്പോൾ ഈ ഒറ്റ പോളിപെപ്റ്റൈഡ് ജീനെ കോഡ് ചെയ്യുന്ന ഈ എക്സോണുകളെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് 2 ഇൻട്രോണിക് സീക്വൻസ് ആണ്. അവ നോൺ കോഡിങ് സീക്വൻസ് ആണ്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോഴത്തേക്ക് ആദ്യം ഈ എല്ലാ സെഗ്മെൻറ്റുകളും അവിടെ ട്രാൻസ്ക്രൈബ് ചെയ്യപ്പെടും. 3 എക്സോണും 2 ഇൻട്രോണിക് സീക്വൻസ് അവിടെ ട്രാൻസ്ക്രൈബ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ന്യൂക്ലിയസിനകത്ത് കാണുന്നത് കൊണ്ടും ഘടനയിൽ 2 തരം സീക്വൻസസ് ഉള്ളതുകൊണ്ട് നമ്മളിതിനെ ഹെറ്ററോജീനസ് ന്യൂക്ലിയർ RNA നമ്മളിതിനെ വിളിക്കും. അപ്പോൾ ന്യൂക്ലിയസിൽ കാണുന്നുണ്ടാണ് ന്യൂക്ലിയർ എന്നുള്ള പേര് വന്നത്. അപ്പം എക്സോണിക്കും ഇൻട്രോണിക്കും സീക്വൻസ് ഇടകലർന്ന് കാണുന്നുണ്ട് ഹെട്രോജീനസ് എന്ന് വിളിച്ചു. ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA ആണ് ട്രാൻസ്ക്രിപ്ഷൻ വഴി യൂക്കാരിയോട്ടിൽ ആദ്യമായിട്ട് ഫോം ചെയ്യുന്നത്. ഇനി അവയ്ക്ക് വീണ്ടും പ്രോസസ്സിങ് നടക്കണം. അതിനാണ് നമ്മൾ mRNA പ്രോസസ്സിംഗ് എന്ന് പറയുക. എന്താണ് ആ പ്രോസസ്സിങ്ങിൻ്റെ പ്രത്യേകത? ഈ കാണുന്ന ഇൻട്രോണിക് mRNAയിലെ HNRNAയിലെ ഇൻട്രോണിക് സീക്വൻസുകളെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് എക്സോണുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുക. സ്പ്ലൈസിംഗ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കൂട്ടിയോജിപ്പിക്കുക എന്നാണ്. അപ്പോൾ ഇവിടെ എക്സോണിക് സ്പ്ലൈസിംഗ് ആണ് അവിടെ നടക്കേണ്ടത്. അപ്പോൾ എക്സോണിക് സ്പ്ലൈസിംഗ് നടക്കുന്നതിന് ശേഷം നമുക്ക് മെച്യൂർ ആയിട്ടുള്ള RNA കിട്ടും, മെച്യൂർ mRNA കിട്ടും. ഈ മെച്യൂർ RNA എന്ത് ചെയ്യുന്നു? സൈറ്റോപ്ലാസിൽ നിന്നും പുറത്തേക്ക് പോയി ട്രാൻസ്ലേഷനിൽ പങ്കെടുക്കും. എന്ന് പറഞ്ഞാൽ
ഇവിടെ യൂക്കാരിയോട്ടിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിൽ വെച്ചാണ്. ആ ട്രാൻസ്ക്രിപ്ഷനോടൊപ്പം തന്നെ mRNA പ്രോസസ്സിങ് അഥവാ RNA സ്പ്ലൈസിങ് നടക്കും. അതിനുശേഷം മെച്യൂർ mRNA ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ മെച്യൂർ mRNA സേഫായിട്ട് സൈറ്റോപ്ലാസിലെത്തുകയും ട്രാൻസ്ലേഷൻ നടക്കുന്നത് സൈറ്റോപ്ലാസിലെത്തി. ആ ഡിഫറൻസ് ഉണ്ടെന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഈ സ്പ്ലൈസിങ്ങിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മളിതാ ടെക്സ്റ്റിൽ അതേ ഡയഗ്രാം വെച്ച് നമുക്ക് ഒന്നുകൂടെ നോക്കാം. നോക്കൂ, സ്പ്ലൈസിങ്ങിന് വിധേയമാകുന്ന DNA ആണ് ഏറ്റവും മേളിൽ കാണിച്ചിരിക്കുന്നത്. DNA ഇപ്പോൾ ഡബിൾ സ്റ്റാൻഡ് DNA ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ റെഡ് കളറിൽ കാണുന്ന 3' to 5' സ്ട്രാൻഡാണ് നമുക്കിവിടെ ടെംപ്ലേറ്റ് ആയിട്ടുള്ളത്. ആ ടെംപ്ലേറ്റിൽ നിന്നും RNA പോളിമറൈസിൻ്റെ ആക്ടിവിറ്റി കൊണ്ട് mRNA ഇവിടെ ഫോം ചെയ്തു. ഇതാണ് hnRNA ഇവിടെ ഫോം ചെയ്തു. അപ്പോൾ hnRNAയുടെ പ്രത്യേകത യെല്ലോ കളർ റെഡ് കളറിലുള്ള 2 തരത്തിലുള്ള സീക്വൻസ്. യെല്ലോ കളറിൽ കാണുന്ന എക്സോണിക് സീക്വൻസ് ആണ്, ഈ റെഡിൽ കാണുന്നത് ഇൻട്രോണിക് സീക്വൻസ്. ഇത് രണ്ടും കൂടി കലർന്നുകൊണ്ടുള്ളൊരു hnRNA അവിടെ ഫോം ചെയ്യുന്നു. അങ്ങനെ ഫോം ചെയ്ത് ഇനി അടുത്ത് അവയ്ക്ക് പ്രോസസ്സിങ് നടക്കേണ്ടതുണ്ട്. പ്രോസസ്സിങ് നടക്കാനായിട്ട് 3 കാര്യങ്ങൾ നടക്കണം. ഒന്ന്, 5' എൻഡിൽ G ക്യാപ്പിംഗ് നടക്കണം, G ക്യാപ്പിംഗ്. 2, 3' എൻഡിൽ പോളി എ ടെയിൽ ഫോർമേഷൻ, നമ്മളതിനെ പറഞ്ഞ പോളി അഡിനൈലേഷൻ നടക്കണം. 3, എക്സോണിക് സ്പ്ലൈസിങ് നടക്കണം. ഈ 3 കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ mRNA സ്പ്ലൈസിങ് അല്ലെങ്കിൽ mRNA പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തത് ഇവിടെ hnRNAയുടെ 5' എൻഡ് ഇതാണ്. നമ്മളിതിനെ ഹെഡ് എന്നാണ് പറയുക, ഹെഡ്. ഈ 5' എൻഡിൽ ഒരു അൺയൂഷ്വൽ നൈട്രജൻ ബേസ് ആയിട്ടുള്ള മെത്തിലേറ്റഡ് ഗുവാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഇവിടെ കാണാം. മെത്തിലേറ്റഡ് ഗുവാനോസിൻ ട്രൈഫോസ്ഫേറ്റ് വന്ന് ടെംപ്ലേറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവിടെ ആഡ് ചെയ്യപ്പെടും. അതിനെ നമ്മൾ G ക്യാപ്പിംഗ് എന്ന് പറയും, 5' G ക്യാപ്പിംഗ്. ഇനി അപ്പോഴത്തേക്കും ഈ hnRNAയുടെ ട്രാൻസ്ലേഷൻ പൂർത്തിയായി 3' എൻഡ് ഫ്രീ ആയി. ഈ 3' എൻഡിൽ ധാരാളം അഡിനിലേറ്റ് റെസിഡ്യൂസ് ഇങ്ങനെ വന്ന് ടെംപ്ലേറ്റ് ഫ്രീ ആയിട്ട് ഇവിടെ ആഡ് ചെയ്യും. നമ്മൾ അതിനാണ് പോളി അഡിനിലേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ടാണ് പോളി എ ടെയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ hnRNAയിൽ ഒരു G ക്യാപ്പും ഒരു പോളി എ ടെയിലും ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ hnRNA സ്പ്ലൈസിങ്ങിന് തയ്യാറായി എന്നർത്ഥം. അപ്പോൾ അതിനുശേഷം ഈ 2 പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ ആളായിട്ടുള്ള സ്മോൾ ന്യൂക്ലിയർ SNRNP എന്ന് പറയുന്നത് സ്മോൾ ന്യൂക്ലിയർ RNAയും പ്രോട്ടീനും കൂടെ ചേർന്നൊരു കോംപ്ലക്സ് ഉണ്ടാകും. നമ്മളിതിനെ സ്നർബ്സ് എന്നാണ് പ്രൊണൗൺസ് ചെയ്യുക. സ്നർബ്സ് ഉണ്ടായതിനു ശേഷം ഈ സ്നർബ്സ് വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഇൻട്രോണുകളിൽ ബൈൻഡ് ചെയ്യും. റെഡ് കളറിൽ ഇൻട്രോണിൽ വന്ന് ബൈൻഡ് ചെയ്യും. ആ ഇൻട്രോണിക് സീക്വൻസിൻ്റെ 5' എൻഡിലും 3' എൻഡിലും വന്ന് ബൈൻഡ് ചെയ്തതിന് ശേഷം ആ ഇൻട്രോണിലെ കട്ട് ചെയ്ത് ഇവിടെ നിന്ന് സ്പ്ലൈസിയോസോമുകളായിട്ട് റിമൂവ് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇൻട്രോണുകളെല്ലാം അവിടെ നിന്ന് റിമൂവ് ആയിക്കഴിഞ്ഞാൽ നേരത്തെ യെല്ലോ കളറിൽ കണ്ട എക്സോൺ 1, 2, 3, 4 അതെല്ലാം കൂടെ ചേർന്ന് കമ്പൈൻ ചെയ്ത് ഒരൊറ്റ സിസ്ട്രോണായി മാറും. അപ്പോൾ ഈ ഒരൊറ്റ സിസ്ട്രോൺ ആകുമ്പോൾ ഈ സിസ്ട്രോണാണ് ഇനി ക്ലിയറായിട്ട് പ്രോട്ടീൻ സിന്തസിസിലേക്ക് പോകുക. നമ്മൾ ഇതിനെ പറഞ്ഞ പേര് സെക്കൻഡറി mRNA എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഇതിനെ മെച്യൂർ mRNA എന്ന് വിളിക്കും. മെച്യൂർ mRNA. അപ്പോൾ യൂകാരിയോട്ടുകളിൽ മാത്രം നടക്കുന്ന പ്രോസസ്സാണ് mRNA സ്പ്ലൈസിങ്. യൂകാരിയോട്ടിൽ സ്പ്ലൈസിങ്, എക്സോണിക് സ്പ്ലൈസിങ്ങിൻ്റെ ഭാഗമായിട്ട് hnRNAയിൽ നിന്നും മെച്യൂർ mRNA ഉണ്ടാകുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സും കൂടെ കൂട്ടിച്ചേർത്ത് നിങ്ങൾ പഠിച്ചു പോവുക. നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ജനറ്റിക് കോഡിനെ പറ്റി. ജനറ്റിക് കോഡ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം DNA-യിൽ നിന്നും ട്രാൻസ്ക്രിപ്ഷൻ വഴി mRNA ഫോം ചെയ്തു. ഈ mRNAയിൽ നിന്ന് നമുക്ക് പോളിപെപ്റ്റൈഡ് ചെയിൻ കിട്ടും. അപ്പോൾ ഇവിടെ DNA-യിൽ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയോടൈഡ്സ് ആണുള്ളത്. RNAയിലും ന്യൂക്ലിയോടൈഡ്സ് ആണ്. ഇവിടെ അമിനോ ആസിഡ്സ് ആണ്. ഇവിടുത്തെ മോണോമറിക് യൂണിറ്റുകൾ അമിനോ ആസിഡുകളാണ്. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ശാസ്ത്രലോകം DNA-യിൽ നിന്ന് mRNA ഫോം ചെയ്യുന്നത് അക്കൗണ്ടബിൾ ആണെന്ന് പറഞ്ഞു. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പമാണ്, കാരണം രണ്ടും ഒരേ മീഡിയമാണ്. ന്യൂക്ലിയോടൈഡിൽ നിന്ന് വീണ്ടും ന്യൂക്ലിയോടൈഡിൻ്റെ പോളിമറാണ് അവിടെ ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമുക്കറിയാം ട്രാൻസ്ക്രിപ്ഷൻ ആണെന്ന് അറിയാം. ഈ ട്രാൻസ്ക്രിപ്ഷൻ അക്കൗണ്ട് ചെയ്യാൻ വളരെ ഈസിയാണെന്ന് അവർ മനസ്സിലാക്കി. എന്നാൽ mRNA പോളിപെപ്റ്റൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ട്രാൻസ്ലേഷനിൽ എന്താ സംഭവിക്കുന്നത്? ന്യൂക്ലിയോടൈഡ് സീക്വൻസിൽ നിന്നും അമിനോ ആസിഡ് സീക്വൻസാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പം ഇവിടുത്തെ ഏത് മെസ്സേജാണ് ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഏതോ ഒരു മെസ്സേജ് കോഡ് രൂപത്തിൽ കൺവേർട്ട് ചെയ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോളിപെപ്റ്റൈഡ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി അവർ എന്തോ ഒരു ജനറ്റിക് കോഡ്
ജനറ്റിക് കോഡ് മോളിക്കുലർ ജെനറ്റിക്സിൽ പ്രവർത്തിക്കുന്നുള്ള കാര്യം ശാസ്ത്രലോകം മനസ്സിലാക്കി. പക്ഷേ ആ കോഡിനെ പറ്റി കണ്ടുപിടിക്കാൻ ഒരു ചലഞ്ചിങ് ടാസ്ക് ആയിരുന്നു എന്നാണ് ടെക്സ്റ്റിൽ പറയുന്നത്. അപ്പോൾ DNA സ്ട്രക്ചറും അതിൻ്റെ ക്യാരക്ടേഴ്സ് കണ്ടുപിടിക്കുക ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റിസർച്ച് ആയിരുന്നുവെങ്കിൽ ജനറ്റിക് കോഡ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു ചലഞ്ചിങ് റിസർച്ച് ആയിരുന്നു എന്നാണ് ഈ ശാസ്ത്രലോകത്തിൽ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ പ്രായോഗിക ബുദ്ധിമുട്ട്, ഇപ്പോൾ ഈ mRNA റീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ mRNA മെസ്സേജ് റീഡ് ചെയ്യുന്ന മെഷീനറി ഒന്നും തന്നെ അമിനോ ആസിഡുകളില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ മെസ്സേജ് റീഡ് ചെയ്യപ്പെടുന്നത്? എന്തായാലും ഒരു ജീൻ ഉണ്ടെങ്കിൽ ആ ജീനിലെ മെസ്സേജിനനുസരിച്ച് കൃത്യമായ അമിനോ ആസിഡ് സീക്വൻസ് ഉള്ള പ്രോട്ടീൻ ഉണ്ടായാൽ മാത്രമേ ഈ ജീനിൻ്റെ ആക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ആദ്യമേ തെളിഞ്ഞിരുന്നതാണ്, പല എക്സ്പെരിമെൻറ്റിനും തെളിഞ്ഞിരുന്നതാണ്. അപ്പോൾ കൃത്യമായി പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടാകണമെങ്കിൽ കൃത്യമായി ജീനിലുള്ള മെസ്സേജ് ഇവിടെ കൈമാറപ്പെടുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ ആ ഒരു മെസ്സേജ്, ആ ജനറ്റിക് കോഡ് അതെന്താണ്, അതിൻ്റെ മീനിങ് എന്താണ്? അപ്പോൾ ഒരു ലാംഗ്വേജ് നമ്മളെ കോഡാക്കുന്നതിന് നമ്മൾ സൈഫറിങ് എന്ന് പറയും. സൈഫറിങ്, ആ കോഡിനെ തിരിച്ച് നമ്മൾ വായിക്കുന്നതിന് അല്ലെങ്കിൽ ഡീകോഡ് ചെയ്യുന്നതിന് നമ്മൾ ഡീസൈഫറിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ നടക്കേണ്ടത്? ജനറ്റിക് കോഡിന് ഡീസൈഫറിങ് നടക്കണം. ജനറ്റിക് കോഡ് വഴി ഉള്ള കോഡുകൾ ഏതാണ്, ആ കോഡിൻ്റെ മീനിങ് ഏതാണെന്ന് അവിടെ കണ്ടുപിടിക്കപ്പെടണം. അപ്പോൾ ഈ കാര്യത്തിൽ ഒരുപാട് സയൻറ്റിസ്റ്റുമാർ വിജയിച്ചു. അതിൽ 4 പേര്, പല ശാസ്ത്ര വിഭാഗത്തിലുള്ള 4 പേരുടെ കാര്യം നമ്മൾ ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ 4 പേരെ പറ്റി ഒന്ന് നോക്കാം. ആദ്യത്തെ ആൾ ജോർജ് ഗ്യാമോ ആണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹം എന്താ പറഞ്ഞത്? ഇദ്ദേഹം ഒരു ഫിസിസിസ്റ്റ് ആയിരുന്നു, ഫിസിക്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ്. അദ്ദേഹം നൈട്രജൻ ബേസസ് 4 അദ്ദേഹം മനസ്സിലാക്കി. 4 നൈട്രജൻ ബേസസ് ആണുള്ളത്. ഇനി ലിവിങ് ഓർഗാനിസത്തിൽ, ലിവിങ് വേൾഡിൽ കാണുന്ന പ്രോട്ടീനുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് 20 അമിനോ ആസിഡ്സ് കൊണ്ടാണ്. 20 അമിനോ ആസിഡ്സ് ആണ്. നമ്മളതിനെ മാജിക് 20 എന്ന് പറയും, മാജിക് 20. അപ്പോൾ ധാരാളം അമിനോ ആസിഡുകൾ പ്രകൃതിയിൽ നിലവിലുണ്ടെങ്കിൽ തന്നെയും 20 അമിനോ ആസിഡുകൾ മാത്രം കൊണ്ടാണ് പ്രോട്ടീനുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നൈട്രജൻ ബേസ് എങ്ങനെയാണ് ഈ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നതെന്നാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഒരു ജനറ്റിക് കോഡ്, ഒരു കോഡെന്ന് പറഞ്ഞത് 1 കോഡ് ഈസ് മെയ്ഡപ്പ് ഓഫ് 3 നൈട്രജൻ ബേസസ്. ഒരു കോഡ് നിർമ്മിച്ചിരിക്കുന്നത് 3 നൈട്രജൻ ബേസസ് കൊണ്ടാണ്. അല്ലെങ്കിൽ കോഡുകളെല്ലാം തന്നെ ട്രിപ്ലറ്റുകളാണെന്ന് ഒരു ധൈര്യപൂർവ്വമുള്ള ഒരു ആർഗ്യുമെൻറ്റ് ജോർജ് ഗ്യാമോ മുന്നോട്ട് വെച്ചു. പിന്നീട് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ വെച്ച് നോക്കുമ്പോൾ 4 നൈട്രജൻ ബേസസ് 3 വീതം ഓരോ കോഡുകൾ ഉണ്ടാവുകയാണെങ്കിൽ 4:3 എന്ന് പറയുമ്പോൾ 4 × 4 × 4 64 കോഡോൺസ്. അപ്പം മോളിക്കുലർ ജെനറ്റിക്സിൽ 64 കോഡോണുകൾ വരാം. ഇപ്പം ഇങ്ങനെ ഈ കാൽക്കുലേഷൻ നോക്കുമ്പോൾ 64 കോഡോണുകൾ പറയുന്നത് 20 അമിനോ ആസിഡുകളെ കോഡ് ചെയ്യുന്നതിന് ആവശ്യത്തിലധികമാണെന്ന് മനസ്സിലാക്കി. ഇനി മുന്നോട്ട് പോകുമ്പോഴേക്കാണ് അടുത്ത ഖർഗോവിന്ദ് ഖൊറാന, ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് നോക്കാം. ഇദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനായ അമേരിക്കൻ സയൻറ്റിസ്റ്റ് ആയിരുന്നു. ഇദ്ദേഹമാണ് RNA ആർട്ടിഫിഷ്യലായിട്ട് സിന്തസൈസ് ചെയ്യാമെന്ന് കണ്ടുപിടിച്ചത് ഖൊറാനയായിരുന്നു. അപ്പോൾ അദ്ദേഹം ആർട്ടിഫിഷ്യലായിട്ട് 2 തരത്തിലുള്ള RNAകൾ ഉണ്ടാക്കി. ഒരു ടൈപ്പ് നമ്മൾ പറഞ്ഞ പേര് ഹോമോപോളിമർ എന്നാണ്, ഹോമോപോളിമർ. വേറൊന്നാണെങ്കിൽ കോപോളിമർ എന്ന് വിളിക്കും, കോപോളിമർ. ഹോമോപോളിമറിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ന്യൂക്ലിയോറ്റൈഡ്, ഒരു റൈബോ ന്യൂക്ലിയോറ്റൈഡ് സീക്വൻസ് മാത്രം ഉപയോഗിച്ചുണ്ടാക്കുമ്പോൾ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ C. ഇപ്പോൾ സൈറ്റിഡിനിക് ആസിഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ് CCC. ഇതൊരു ഹോമോപോളിമർ എന്ന് പറയാം. അതുപോലെ തന്നെ അഡിനിലിക് ആസിഡ് ഉപയോഗിച്ച് AAA. അപ്പോൾ ഇതിനെ, അപ്പോൾ ഒരു ന്യൂക്ലിയോറ്റൈഡ് സീക്വൻസ് മാത്രമുള്ള ഇതിനെയാണ് നമ്മൾ ഹോമോപോളിമർ എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ കോഡുകളെല്ലാം സെയിം ആയിരിക്കും. ആദ്യത്തെ 3 വെച്ച് ഓരോ കോഡ് നോക്കുകയാണെങ്കിൽ A. അപ്പോൾ ഈ ഹോമോപോളിമറിൻ്റെ പ്രത്യേകത കോഡോണുകളെല്ലാം സിമിലർ ആയിരിക്കും. ഇവിടെ കോപോളിമർ എന്ന് പറഞ്ഞാൽ 2 ന്യൂക്ലിയോറ്റൈഡ്, ഡിഫറൻ്റ് ആയിട്ടുള്ള 2 ന്യൂക്ലിയോറ്റൈഡ്സ് ഉപയോഗിച്ചുണ്ടാക്കുന്ന കോപോളിമർ. ഉദാഹരണത്തിന് GU ഉപയോഗിച്ചു, യൂറിഡിനിക് ആസിഡും ഗുവാനിലിക് ആസിഡും ഉപയോഗിച്ചുണ്ടാക്കുമ്പോൾ GU. നോക്കൂ, ഇവിടെ കോഡോൺ നോക്കുമ്പോഴേക്കാണ് ഫസ്റ്റ് കോഡോൺ GUG ആണ്, രണ്ടാമത്തത് UGU ആണ്, വീണ്ടും GUG ആണ്, വീണ്ടും UGU ആയിരിക്കും. അപ്പോൾ ഇവിടെ 2 ടൈപ്സ് ഓഫ് കോഡോൺസ് ആണ് ഇവിടെ കിട്ടുക. അപ്പോൾ 2 തരം കോഡോണുകൾ ഇവിടെ കിട്ടും. ഇവിടെ ആണെങ്കിൽ ഒരൊറ്റ ടൈപ്പ് കോഡോൺ മാത്രം. ഇതാണ് ഹർഗോവിന്ദ് ഖൊറാനയുടെ കോൺട്രിബ്യൂഷൻ. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് മാർഷൽ നിരൻബർഗ്, അദ്ദേഹം സെൽഫ് ഫ്രീ സിസ്റ്റം ഡിസൈൻ ചെയ്തെടുത്തു. ഇതാണ് സെൽഫ് ഫ്രീ സിസ്റ്റം. ഈക്കോളൈ സെല്ലുകളുടെ സെൽ വോള് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള കണ്ടൻറ്റ് കിട്ടും. ആ കണ്ടൻറ്റിനെ നമ്മൾ സെൽഫ് ഫ്രീ സിസ്റ്റം എന്ന് പറയുക. ആ കണ്ടൻറ്റ് ഉപയോഗിച്ച് ആർട്ടിഫിഷ്യലായിട്ട് പ്രോട്ടീൻ സിന്തസിസ് ചെയ്യാം.
പ്രോട്ടീൻ സിന്തസിസ് ചെയ്യാം, അതുപോലെ തന്നെ RNA സിന്തസിസും ചെയ്യാം. അപ്പോൾ സെൽ ഫ്രീ സിസ്റ്റം ഉപയോഗിച്ച് പ്രോട്ടീനും RNA സിന്തസിസ് ചെയ്യുന്ന മെത്തേഡ് മാർഷൽ നിരൻബർഗ് കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ധാരാളം ജനറ്റിക് കോഡുകളെ ഡിസൈഫർ ചെയ്യാനും കഴിഞ്ഞു. അദ്ദേഹം ആദ്യം പോളിയൂറിഡിനിക് ആസിഡ് ഉപയോഗിച്ചു. യു മാത്രമുള്ള mRNA നോക്കിയിട്ട് അതിൽ യു ആണ് അവിടുത്തെ കോഡോൺ നമുക്കറിയാം. ഇത് നോക്കുമ്പോൾ കാണാം ആ പോളിപെപ്റ്റൈഡ് ചെയിനിലെല്ലാം ആഡ് ചെയ്യുന്ന അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഫീനൈൽ അലനൈൻ ആയിരുന്നു, ഫീനൈൽ അലനൈൻ. അപ്പം നിരൻബർഗ് മനസ്സിലാക്കി ദ കോഡോൺ യു കോഡ് ഫോർ ഫീനൈൽ അലനൈൻ എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹത്തിനോടൊപ്പം വേറെ സയൻറ്റിസ്റ്റുമാരും കൂടെ ചേർന്നിട്ട് കുറേ കോഡുകൾ ഡിസൈഫർ ചെയ്തു. ഇനി നമ്മൾ ഒരു സയൻറ്റിസ്റ്റിനെ കൂടെ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. സെവേറോ ഒച്ചോവ, സ്പെയിൻകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം കണ്ടുപിടിച്ചൊരു എൻസൈമാണ് പോളിന്യൂക്ലിയോറ്റൈഡ് ഫോസ്ഫോറിലേസ്, അല്ലെങ്കിൽ നമ്മളതിനെ PNP എയ്സ് എൻസൈം എന്ന് പറയും. PNP എയ്സ് എൻസൈം, അല്ലെങ്കിൽ നമ്മളിതിനെ ഒച്ചോവാസ് എൻസൈം എന്നും വിളിക്കും. ഇദ്ദേഹം കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ ഒച്ചോവാസ് എൻസൈം എന്നും പറയും. എന്താണ് ഈ എൻസൈമിൻ്റെ പ്രത്യേകത? ഇത് DNA ഇൻഡിപെൻഡൻറ്റ് RNA പോളിമറൈസ് എൻസൈമാണ്. അപ്പം DNA ഒരു ടെംപ്ലേറ്റ് ആവശ്യമില്ല. ടെംപ്ലേറ്റ് ഇല്ലാതെ തന്നെ വിത്തൗട്ട് എ ടെംപ്ലേറ്റ് ഇതിന് RNA സിന്തസിസ് ചെയ്യാൻ കഴിയും, RNA പോളിമറൈസ്. അതപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാമെന്നുള്ള റൈബോ ന്യൂക്ലിയോറ്റൈഡ്സ് കൊടുക്കാം. നോൺ റൈബോ ന്യൂക്ലിയോറ്റൈഡ്സ് ഉപയോഗിച്ച് നോൺ സീക്വൻസ് ഉള്ള RNA സിന്തസിസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അറിയാമെന്നുള്ള സീക്വൻസിലുള്ള RNA ആകുമ്പോൾ അതിനെ ട്രാൻസ്ലേഷന് വിധേയമാക്കി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കോഡോണുകളെ ഡിസൈഫർ ചെയ്യാൻ കഴിയാമായിരുന്നു. അങ്ങനെ ഈ ഒരു പറ്റം വിവിധ ശാസ്ത്രമേഖലയിൽ ധാരാളം സയൻറ്റിസ്റ്റുമാരുടെ ശ്രമഫലമായിട്ട് നമ്മളിന്ന് 64 കോഡോണുകളെയും നമ്മളിന്ന് ഡീകോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു ചെക്കർ ബോർഡിൽ നമുക്കിന്ന് അവൈലബിൾ ആണ്. ആ ചെക്കർ ബോർഡ് നമുക്ക് പഠിക്കാം. അതിൽ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു കാര്യം കൂടി ഒന്ന് നോക്കാം. പ്രധാനപ്പെട്ട ചില കോഡോണുകളെ പരിചയപ്പെട്ട് നമുക്ക് ചെക്കർ ബോർഡിലേക്ക് പോകാം. നോക്കൂ, ഇവിടെ കോഡോൺ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഏത് അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നു, നടുക്കുള്ള കോളത്തിലാണെങ്കിൽ ആ അമിനോ ആസിഡിൻ്റെ ഷോർട്ട് ഫോമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഒന്നാമത്തെ കോഡോൺ യു നമുക്കറിയാം. ആദ്യം അവർ ഡിസൈഫർ ചെയ്ത കോഡോൺ യു ആണ്. അത് കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ് ഫീനൈൽ അലനൈൻ ആണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ ഹോമോപോളിമറുകൾ സൃഷ്ടിക്കപ്പെട്ടതാണ് CCC, AA, GGG. അതിൻ്റെയും CCC കോഡ് ചെയ്യുന്ന പ്രോലിനെയാണ്, AAA ലൈസിനെയാണ്, GGG ഗ്ലൈസിനെയാണ് കോഡ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ആദ്യത്തെ 4 എണ്ണവും മാച്ച് ദ ഫോളോയിങ്ങിന് നേരത്തെ തന്നെ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്ത പോളിപെപ്റ്റൈഡ് ചെയിൻ സിന്തസൈസ് ചെയ്യാൻ ഒരു ഇനിഷ്യേറ്റർ കോഡോൺ വേണം. ഇനിഷ്യേറ്റർ കോഡോൺ അല്ലെ ഇനിഷ്യേഷൻ കോഡോൺ വേണം. അപ്പോൾ മോളിക്കുലർ ജെനറ്റിക്സിലുള്ള ഇനിഷ്യേറ്റർ കോഡോൺ എന്ന് പറയുന്നത് AUGക്ക് ഇനീഷ്യേഷൻ ചെയ്യുക എന്നുള്ള ജോലി മാത്രമല്ല ഉള്ളത്, മെത്തിയോണൈൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡിനെ കൂടി അത് കോഡ് ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ ട്രിപ്റ്റോഫാൻ്റെ പ്രത്യേകത, മെത്തിയോണിൻ്റെയും ട്രിപ്റ്റോഫാൻ്റെയും പ്രത്യേകത, ഈ 2 അമിനോ ആസിഡുകൾക്കും ഒരൊറ്റ കോഡോൺ മാത്രമേ ഉള്ളൂ. ട്രിപ്റ്റോഫാൻ്റെത് UGG ആണ്. അപ്പം 20 അമിനോ ആസിഡിന് 64 കോഡോണുകളുണ്ട്. മിക്ക അമിനോ ആസിഡുകൾക്കും ഒന്നിലധികം കോഡോണുകളുണ്ടെങ്കിൽ തന്നെയും മെത്തിയോണിനും ട്രിപ്റ്റോഫാനും ഒരൊറ്റ കോഡോൺ മാത്രമേ ഉള്ളൂ, AUG, UGG റെസ്പെക്റ്റീവ്ലി. അതുകൊണ്ട് നമുക്ക് ഈ 2 നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത 3 സ്റ്റോപ്പ് കോഡോൺസ് ആണ്. ഈ 3 ഇപ്പോൾ UAA, UAG, UGA ഇത് വരികയാണെങ്കിൽ അവിടെ പ്രോട്ടീൻ സിന്തസിസ് അവസാനിക്കും. അപ്പോൾ പ്രോട്ടീൻ സിന്തസിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ഈ കോഡോണുകളെ നമ്മൾ പറയും സ്റ്റോപ്പ് കോഡോൺസ് എന്ന് വിളിക്കും, സ്റ്റോപ്പ് കോഡോൺസ്. ഇനി അടുത്ത സിക്കിൾ സെൽ അനീമിയയായിട്ട് ബന്ധപ്പെട്ട 2 കോഡോണുകൾ അവിടെ എഴുതിയിരിക്കുന്നത്. ഈ നമ്മുടെ ഹീമോഗ്ലോബിനിൽ GAG, ബീറ്റാ ചെയിനിലെ 6th പൊസിഷനിൽ GAG വരികയാണെങ്കിൽ ഗ്ലൂട്ടാമിക് ആസിഡിനാണ് അവ കോഡ് ചെയ്യുന്നത് നമുക്ക് ഇന്നറിയാം. എന്നാൽ അവയ്ക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചു. അപ്പോൾ അഡിനിൻ മാറി അവിടെ യുറാസിൽ വന്നു കഴിഞ്ഞാൽ GUG വന്നു കഴിഞ്ഞാൽ അമിനോ ആസിഡ് തന്നെ മാറി. അപ്പോൾ ഈ മ്യൂട്ടേഷൻ നമ്മൾ പോയിൻ്റ് മ്യൂട്ടേഷൻ എന്ന് പറയും. അപ്പോൾ GAGക്ക് പകരം 6th പൊസിഷനിൽ ബീറ്റാ ചെയിനിൽ GUG വന്നു കഴിഞ്ഞാൽ അമിനോ ആസിഡ് വാലിനായി. അപ്പോൾ ഒറ്റ അമിനോ ആസിഡ് മാറിയപ്പോൾ തന്നെ ഹീമോഗ്ലോബിൻ്റെ കോൺഫിഗറേഷൻ മാറി, RBC സിക്കിൾ ഷേപ്ഡായിട്ട് മാറി, സിക്കിൾ സെൽ അനീമിയ ഡിസീസ് ഉണ്ടാകും, അതും കൂടെ ഉണ്ട്. അപ്പോൾ ഈ കോഡോണുകൾ നിങ്ങൾ എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ചെക്കർ ബോർഡിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇതാണ് ജനറ്റിക് കോഡിൻ്റെ ചെക്കർ ബോർഡ്. അതിൽ നൈട്രജൻ ബേസിൻ്റെ സീക്വൻസ് വളരെ പ്രധാനമാണ്. UCAG എന്നുള്ള ക്രമത്തിലാണ് നൈട്രജൻ ബേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. UCAG. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പൊസിഷനിൽ UCAG ആയിട്ടുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് പൊസിഷനിലുള്ള UCAG തന്നെയാണ്.
തേർഡ് പൊസിഷനിലും ആ ഓർഡർ UCAG എന്ന് തന്നെയാണ്. അപ്പോൾ UCAG എന്നുള്ളത് ആദ്യം മനസ്സിനകത്ത് ഉറപ്പിക്കുക. ഇനി അതിനനുസരിച്ച് ഇവിടെ ഒന്നാമത്തത് ഇവിടെ നിന്ന് എടുക്കുക, രണ്ടാമത്തെ ഇവിടെ നിന്ന് എടുക്കുക, മൂന്നാമത്തെ ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മളിവിടെ ഫില്ല് ചെയ്തിട്ടാണ് ഈ ചെക്കർ ബോർഡ് കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ 64 കോഡോണുകൾ ഇവിടെ വന്നിട്ടുണ്ട്. തുടങ്ങുന്നത് UUUവിലാണ്, അവസാനിക്കുന്നത് GGGയിലാണ് അവസാനിക്കുന്നത്. ഹോമോ പോളിമറുകളിലാണ് തുടങ്ങുന്നത് അവസാനിക്കുന്നത്. ഇനി അപ്പോൾ ഈ ഓരോ കോഡോണും കണ്ട് മനസ്സിലാക്കുക. ഇവിടെ സ്റ്റാർട്ട് കോഡോൺ ഇവിടെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റോപ്പ് കോഡോണുകൾ ഇവിടെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ ചെക്കർ ബോർഡ് നോക്കിയിട്ട് കോഡോണുകളും അവ കോഡ് ചെയ്യുന്ന അമിനോ ആസിഡുകളും നിങ്ങൾ പഠിക്കുക. ഇനി നമ്മൾ നോക്കുന്ന സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ജനറ്റിക് കോഡാണ്. ഒരു ജനറ്റിക് കോഡിൻ്റെ യഥാർത്ഥ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ജനറൽ ക്യാരക്ടേഴ്സ് എന്തെല്ലാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ട്രിപ്ലറ്റ് ആയിരിക്കും, ജനറ്റിക് കോഡ് ട്രിപ്ലറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ജനറ്റിക് കോഡ് 3 നൈട്രജൻ ബേസസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചെക്കർ ബോർഡ് നോക്കുമ്പോൾ അറിയാം there are 64 കോഡോൺസ് എന്ന് നമുക്ക് പറയാം. 64 കോഡോൺസ്, അതല്ല 64 കോഡോൺസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനറ്റിക് കോഡ് ട്രിപ്ലറ്റ് ആയതുകൊണ്ട് 4 നൈട്രജൻ ബേസസ് ഉണ്ട്. ഒരു കോഡിൽ 3 നൈട്രജൻ ബേസ് വരുമ്പോൾ നമുക്ക് മൊത്തം 4:3 64 കോഡോൺസ് ഉണ്ടാകുന്നു എന്ന് നമുക്ക് പറയാം. അടുത്ത point ഡീജനറസി ഓഫ് ജനറ്റിക് കോഡ്. ഡീജനറേറ്റ് ആയിരിക്കും ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞാൽ 1 അമിനോ ആസിഡ് ഈസ് കോഡഡ് ബൈ മോർ ദാൻ 1 കോഡോൺസ്. ഒരു നൈട്രജൻ ബേസിന് ഒന്നിലധികം കോഡോൺ വരുന്ന അവസ്ഥയാണ് ഡീജനറേറ്റ് എന്ന് പറയുക. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ല്യൂസിൻ, സിറീൻ, ആർജിനിൻ, നമുക്ക് എളുപ്പം പഠിക്കാൻ എളുപ്പവും എഴുതാൻ എളുപ്പവും ആ ഷോർട്ട് ഫോമുകളാണ് അമിനോ ആസിഡുകളുടെ. ഇപ്പോൾ LEU ല്യൂസിൻ, SCR സിറീൻ, ARG ആർജിനിൻ, ഈ 3 അമിനോ ആസിഡ് നിങ്ങൾ നോക്കിയാൽ ഇവയ്ക്ക് 3നും 6 കോഡോൺ വെച്ച് കാണാം. ഏറ്റവും കൂടുതൽ കോഡോണുകൾ കാണുന്ന അവയ്ക്കാണ് 6 കോഡോണുകളാണ്. അപ്പോൾ ഒന്നിലധികം കോഡോൺ. അപ്പോൾ ഡീജനറസി ഏറ്റവും മാക്സിമം ഡീജനറസി കാണിക്കുന്ന 3 അമിനോ ആസിഡുകളാണ് ല്യൂസിനും സിറിനും ആർജിനും. ഡീജനറസി ഇല്ലാത്ത നമ്മൾ നേരത്തെ പറഞ്ഞു മെത്തിയോണൈൻ, ട്രിപ്റ്റോഫാൻ. മെത്തിയോണൈൻ, ട്രിപ്റ്റോഫാൻ ഡീജനറസി ഇല്ലാത്ത അമിനോ ആസിഡുകൾക്ക് എക്സാമ്പിളാണെന്ന് പറയേണ്ടി വരും. എന്നാൽ ചില അമിനോ ആസിഡുകൾക്ക് 4 കോഡോണുണ്ട്, ചിലവയ്ക്ക് 3 എണ്ണം ഉണ്ട്, ചില അമിനോ ആസിഡിൽ 2 കോഡോണുകളുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ചെക്കർ ബോർഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞ ല്യൂസിൻ ഇവിടെയാണ് ഇരിക്കുന്നത്. ല്യൂസിന് 6 കോഡോൺ ഉണ്ട്. സിറീൻ്റെ 4 കോഡോൺ ഇവിടെയും കാണാം, 2 കോഡോൺ ഇവിടെയും കാണാം. ആർജിനിൻ്റെ 4 കോഡോൺ ഇവിടെ, 2 കോഡോൺ ഇവിടെ. അപ്പോൾ ഇത് 3മാണ് 6 കോഡോണുള്ള ഡീജനറസി ഉള്ളവ. ഇനി ഡീജനറസി ഇല്ലാത്ത മെത്തിയോണൈനും ട്രിപ്റ്റോഫാനും ഒരൊറ്റ tRNA കാണുള്ളൂ. അപ്പോൾ എത്ര കോഡോൺ ഉണ്ടോ അത്രയും tRNAകൾ ആ ഓരോ അമിനോ ആസിഡിനും കാണും. മെത്തിയോണൈനും ട്രിപ്റ്റോഫാനും ഒരൊറ്റ tRNA മാത്രമേ കാണുകയുള്ളൂ. അടുത്തത് ജനറ്റിക് കോഡ് ഈസ് യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എല്ലാ ജീവികളിലെയും ജനറ്റിക് കോഡ് സിമിലർ പാറ്റേണിലാണ് പോകുന്നത്. അപ്പോൾ ഒരു ഓർഗാനിസത്തിൽ ഹ്യൂമൻ ബീങ്ങിൽ UUU നമുക്കറിയാം, ഫീനൈൽ അലനൈനാണ് കോഡ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ അത് തന്നെയായിരിക്കും അവ ബാക്ടീരിയയിലും കോഡ് ചെയ്യുക, അത് തന്നെയായിരിക്കും അവ പ്ലാന്റിലും കോഡ് ചെയ്യുക. അപ്പോൾ മിക്ക ലിവിങ് ഓർഗാനിസിലും ജനറ്റിക് കോഡിൻ്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് സെയിം ആണ്, യൂണിവേഴ്സൽ ആയിരിക്കും. ചെറിയ എക്സെപ്ഷൻസും കൂടെ പറയുന്നുണ്ട്. ഇനി ചില പ്രോട്ടോസോനുകളിൽ ജനറ്റിക് കോഡിൽ ചിലതിനൊക്കെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ മൈറ്റോകോൺഡ്രിയൽ DNA-യിൽ നിന്നും ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോഴത്തേക്ക് അവിടെയും ചില കോഡോണുകൾക്ക് ചെറിയ വ്യത്യാസമുണ്ട്. എന്നാലും നമ്മൾ പറയും ജനറ്റിക് കോഡ് ഇസ് നിയർലി യൂണിവേഴ്സൽ. ജനറ്റിക് കോഡ് ഹാസ് ആൻ ഇനീഷ്യേറ്റർ കോഡോൺ. ജനറ്റിക് കോഡിന് ഇനീഷ്യേറ്റർ കോഡോൺ കാണാം, ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. AUG ആണ് ഇനീഷ്യേറ്റർ കോഡോൺ. അതുപോലെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ജനറ്റിക് കോഡ് ഹാസ് സ്റ്റോപ്പ് ഓർ ടെർമിനേറ്റർ കോഡോൺസ്. ഇവിടെ നമ്മൾ പറഞ്ഞു 3 സ്റ്റോപ്പ് കോഡോണുകൾ കാണാം, UAA, UAG ആൻഡ് UGA. അപ്പോൾ സ്റ്റോപ്പ് കോഡോൺ വരുമ്പോൾ സ്റ്റോപ്പ് കോഡോണുകൾ ഒരു അമിനോ ആസിഡിനെയും കോഡ് ചെയ്തില്ല. നമുക്ക് അമിനോ ആസിഡിൻ്റെ സ്ഥാനത്ത് സ്റ്റോപ്പ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവ ഒരു അമിനോ ആസിഡിനെയും കോഡ് ചെയ്യുന്നില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ 64 കോഡോണുകളിൽ 61 കോഡോണുകൾ മാത്രമേ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നുള്ളൂ. നമ്മൾ അവയെ പറയുന്ന പേര് സെൻസ് കോഡോൺസ് എന്നാണ്. സെൻസ് കോഡോൺസ്. അപ്പോൾ 61 കോഡോണുകൾ മാത്രമേ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നുള്ളൂ. അവയെ സെൻസ് കോഡോൺസ് എന്ന് പറയും. ബാക്കി 3 എണ്ണം സ്റ്റോപ്പ് കോഡോണുകളാണ് അല്ലെങ്കിൽ ടെർമിനേഷൻ കോഡോണുകളാണ്. അവ ഒരു അമിനോ ആസിഡിനെയും കോഡ് ചെയ്യാത്ത നമ്മളവയെ നോൺ സെൻസ് കോഡോൺസ് എന്ന് വിളിക്കും. നോൺ സെൻസ് കോഡോൺസ് എന്ന് വിളിക്കും. അപ്പം ഇതാണ് ജനറ്റിക് കോഡിൻ്റെ ജനറൽ ഫീച്ചേഴ്സ്. ഇത് എപ്പോഴും എക്സാമിനുകൾക്കെല്ലാം ചോദിക്കുന്നൊരു ഭാഗമാണ്. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മ്യൂട്ടേഷൻ ജനറ്റിക് കോഡ്. അപ്പോൾ ജനറ്റിക് കോഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി മ്യൂട്ടേഷൻ ജനറ്റിക് കോഡ് തമ്മിലൊരു റിലേഷൻഷിപ്പ്. മ്യൂട്ടേഷൻ നമുക്കറിയാം ഹെറിറ്റബിൾ ചേഞ്ചസ് ആണ്. ഹെറിഡിറ്ററി മെറ്റീരിയലിൽ ചില ചേഞ്ചസ് വരുമ്പോഴത്തേക്ക് ആ ചേഞ്ചസ് പ്രോട്ടീൻ്റെ ഘടനയിലേക്ക് വരുമ്പോഴത്തേക്ക് ചില ഫംഗ്ഷനുകൾക്ക് വ്യത്യാസം വരും, ചില ക്യാരക്ടേഴ്സുകൾക്ക് വ്യത്യാസം വരും. അതാണ് നമ്മൾ മ്യൂട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മ്യൂട്ടേഷൻ എങ്ങനെ ജനറ്റിക് കോഡിനെ ബാധിക്കുന്നു? അപ്പോൾ ജനറ്റിക് കോഡിൻ്റെ റീഡിംഗ് ഫ്രെയിം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ്,
കണ്ടിന്യൂസ് റീഡിങ് ഫ്രെയിം. ഇപ്പോൾ ജനറ്റിക് കോഡ് കണ്ടിന്യൂസ് ആണ് വായിക്കുന്നത്. നോക്കൂ, ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടാണ് വായിക്കുന്നത്. ഇതൊരു ജനറ്റിക് കോഡാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ mRNA കാണുന്ന ജനറ്റിക് കോഡാണ്, 5' 3' ജനറ്റിക് കോഡാണ്. ഇത് വായിക്കുന്നത് ആദ്യത്തെ 3 നൈട്രജൻ ബേസസ് ഏതാണോ അത് ഒന്നാമത്തെ വാക്കായിട്ടവിടെ വായിക്കും, ഫസ്റ്റ് വേർഡായിട്ട് വായിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് കോഡോണായിട്ട് വായിക്കും. രണ്ടാമത്തെ 3 നൈട്രജൻ ബേസസ് ഏതാണോ അത് സെക്കൻഡ് കോഡോണായിട്ട് തന്നെ റീഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ഫാഷനിൽ കണ്ടിന്യൂസ് റീഡിങ് ഫ്രെയിമാണുള്ളത്. പങ്ക്ച്വേഷൻസ് ഒന്നും തന്നെ ജനറ്റിക് കോഡിലില്ല. അപ്പം AUG വന്നു കഴിഞ്ഞാൽ അത് മെത്തിയോണൈൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡിനെ കോഡ് ചെയ്യും. അപ്പോൾ ഈ mRNA ട്രാൻസ്ലേഷനിലേക്ക് പോകുമ്പോഴത്തേക്ക് മെത്തിയോണിൻ ആദ്യത്തെ അമിനോ ആസിഡ് ആഡ് ചെയ്യപ്പെടും. രണ്ടാമത്തെ UUU ഫീനൈൽ അലനൈനാണ് കോഡ് ചെയ്യുന്നത്. വീണ്ടും UUC അതും ഫീനൈൽ അലനൈനാണ് കോഡ് ചെയ്യുന്നത്. UUC ഫീനൈൽ അലനൈൻ, UUU ഫീനൈൽ അലനൈൻ. അത് കഴിഞ്ഞാൽ പിന്നെ UAG ആണ്. UAG എന്ന് പറയുന്നത് ഒരു സ്റ്റോപ്പ് കോഡോണാണ്. നമുക്കറിയാം സ്റ്റോപ്പ് കോഡോൺ എന്ന് പറഞ്ഞാൽ UAA, UAG, UGA ഇത് 3 സ്റ്റോപ്പ് കോഡോണുള്ളത്. അപ്പോൾ UAG എന്ന് പറയുന്നത് ഒരു സ്റ്റോപ്പ് കോഡാണ്, അവിടെ വെച്ച് അവസാനിക്കും. അപ്പോൾ ഈ ഒരു mRNAയുടെ റീഡിങ് ഫ്രെയിം കണ്ടിന്യൂസ് ആണ്. ഇടയ്ക്ക് കോമ, ഫുൾ സ്റ്റോപ്പ്, ഇവ പങ്ക്ച്വേഷൻ ഒന്നും തന്നെ ഇല്ല. അപ്പം ഈ കോഡോണ് ഈ mRNAയിൽ നിന്നും മെത്തിയോണൈൻ, ഫീനൈൽ അലനൈൻ, ഇങ്ങനെയുള്ളൊരു പോളിപെപ്റ്റൈഡ് ചെയിനായിരിക്കും ഉണ്ടാക്കുക. ഈ രീതിയിലായിരിക്കും നമുക്ക് ട്രാൻസ്ലേഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ മെസ്സേജ് 3 ലെറ്റർ ചേരുമ്പോഴത്തേക്ക് ഒരു വേർഡ് എന്നുള്ളതിലേക്ക് ഈ മെസ്സേജ് വായിക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് mRNAയിൽ കാണുന്ന ഒരു മെസ്സേജായിട്ട് നമുക്ക് പറയുക, 5' 3' മെസ്സേജായിട്ട് പറയുന്നത്. അപ്പോൾ ഈ മെസ്സേജിന് മ്യൂട്ടേഷൻ സംഭവിച്ചു എന്ന് വിചാരിക്കുക. ഒരു നൈട്രജൻ ബേസ് ഇപ്പോൾ ഇതായിട്ട് ആഡ് ചെയ്തു. ഞാനൊരു M കൂടെ അവിടെ ആഡ് ചെയ്തെന്ന് വിചാരിക്കുക. ഒരു M അല്ലെങ്കിൽ L എന്ന് പറഞ്ഞ ലെറ്റർ ഞാനവിടെ കൊടുക്കുന്നു. L എന്ന് പറഞ്ഞ ലെറ്റർ ഞാനിവിടെ ആഡ് ചെയ്തു. ഇൻസർട്ട് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞ സാധനം ഇൻസർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇൻസർട്ട് ചെയ്യുമ്പോഴത്തേക്ക് മെസ്സേജ് എന്തായിട്ട് മാറി? RAMLHASREDCAP ഇതിൻ്റെ റീഡിങ് ഫ്രെയിം മാറി. അപ്പോൾ എന്ന് പറഞ്ഞ ലെറ്റർ ഞാനിവിടെ കൊടുത്തു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ന്യൂക്ലിയോറ്റൈഡായിട്ട് സങ്കല്പിക്കുക. അത് കൊടുക്കുമ്പോൾ കാണാം ആദ്യത്തെ 3 കറക്റ്റായിരുന്നു. രണ്ടാമത്തത് HAS LHA, ഇത് SREI DCAP, അങ്ങനെ മെസ്സേജ് മാറിപ്പോയി. അപ്പോൾ നമ്മളിതിനെ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ഒരു ഇൻസർട്ട് ചെയ്യാൻ ഷിഫ്റ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഷിഫ്റ്റ് സിംഗിൾ ബേസ് പെയർ ഷിഫ്റ്റ് മ്യൂട്ടേഷൻ അവിടെ സംഭവിച്ചു. ഇനി അതുപോലെ തന്നെ ഈ മെസ്സേജിൽ ഞാൻ ഒരു ലെറ്റർ എടുത്ത് മാറ്റുകയാണ്. H ഞാൻ മാറ്റുകയാണെന്ന് വിചാരിക്കുക, ഡിലീറ്റ് ചെയ്യുകയാണ് Hന്. അപ്പോൾ ഈ മെസ്സേജ് എന്താവും? RAMASREDCAP വീണ്ടും മാറി. അപ്പോൾ ഒരു ലെറ്റർ ഇതിൽ നിന്ന് ഞാൻ റിമൂവ് ചെയ്തപ്പോഴും ഈ മെസ്സേജിൻ്റെ റീഡിങ് ഫ്രെയിം മാറി. അപ്പോൾ ജനറ്റിക് കോഡിന് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. റീഡിങ് ഫ്രെയിം ചെയ്യുമ്പോൾ ഒരു നൈട്രോജൻ ബേസ് നമ്മൾ സപ്ലൈ ചെയ്യുകയോ ഒരു നൈട്രോജൻ ബേസ് അതിന് ഡിലീറ്റ് ആവുകയോ മ്യൂട്ടേഷൻ ഡിലീറ്റ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ റീഡിങ് ഫ്രെയിം മാറും. ആ റീഡിങ് ഫ്രെയിം മാറുമ്പോഴത്തേക്ക് പോളിപെപ്റ്റൈഡ് ചെയിനിൽ കോഡിൻ്റെ അമിനോ ആസിഡുകളും മാറും. അതാണ് ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മളിവിടെ ഡിലീറ്റ് ചെയ്യുകയോ ഇൻസർട്ട് ചെയ്യുകയോ ചെയ്യുന്നത് ഒരു 3 ലെറ്റേഴ്സ് ആണെങ്കിൽ 3 നൈട്രജൻ ബേസസിനെയോ അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിളിനെയോ ഇൻസർട്ട് ചെയ്യുകയോ നമ്മൾ മാറ്റുകയോ ചെയ്യുമ്പോൾ ആ ഇൻസർഷൻ അല്ലെങ്കിൽ ഡിലീഷൻ എവിടെയാണോ നടക്കുന്നത് അതുവരെ ചേഞ്ച് ചെയ്യും, അതിനുശേഷം ചേഞ്ച് ചെയ്യത്തില്ല. കാരണം എന്താണ്? കോഡോണുകളെല്ലാം ട്രിപ്ലറ്റ് ആയതുകൊണ്ട് 3 അതിൻ്റെ മൾട്ടിപ്പിളോ നമ്മൾ ഇൻസർട്ട് ചെയ്യുകയോ മാറ്റുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിൻ്റ് വരെ വ്യത്യാസപ്പെടും. ആ പോയിൻറ്റിന് ശേഷം ജനറ്റിക് മെസ്സേജ് വ്യത്യാസമില്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നത് കാണാം. ഇനി നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ട്രാൻസ്ലേഷൻ എന്ന പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ട്രാൻസ്ലേഷൻ്റെ മെക്കാനിസം നമ്മൾ പഠിക്കാൻ പോകണം. അതിന് മുമ്പായിട്ട് നമുക്ക് ട്രാൻസ്ലേഷൻ എന്തെല്ലാം റിക്വയർമെൻറ്റ്സ് വേണം എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് ട്രാൻസ്ലേഷനിൽ നടക്കുന്നത്? ട്രാൻസ്ലേഷൻ നമുക്കറിയാം പോളിമറൈസേഷൻ ഓഫ് അമിനോ ആസിഡ്സ് ആണ്. അമിനോ ആസിഡ് പോളിമറൈസേഷനാണ്. ഈ അമിനോ ആസിഡിൽ ആരൊക്കെയാണ് തീരുമാനിക്കുന്നത്? എന്താണ്? ജനറ്റിക് കോഡാണ്. ജനറ്റിക് കോഡ് എന്ന് പറയുമ്പോൾ കോഡോണും കാണാം, ആൻറ്റി കോഡോണും കാണാം. കോഡോൺ കാണുന്നത് നമുക്കറിയാം mRNAയിലാണെങ്കിൽ ആൻറ്റി കോഡോൺ കാണുന്നത് tRNAയിലായിരിക്കും. അപ്പോൾ പോളിമറൈസേഷൻ ഓഫ് അമിനോ ആസിഡ്സ് ആണ് ട്രാൻസ്ലേഷൻ നടക്കുക. അപ്പോൾ അവിടെ ജനറ്റിക് കോഡിനനുസരിച്ചാണ് ഇവിടെ അമിനോ ആസിഡുകളുടെ സീക്വൻസും അമിനോ ആസിഡുകൾ ഏതാണെന്ന് തീരുമാനിക്കപ്പെടുക. ഇനി അതിന് ആരൊക്കെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് റൈബോസോം വേണം. അപ്പോൾ റൈബോസോമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചാണ്
നമുക്കിവിടെ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. അല്ലെങ്കിൽ റൈബോസോം നമ്മൾ പറയും പ്രോട്ടീൻ സിന്തസിസിൻ്റെ ഫാക്ടറി എന്ന് പറയും. 2 അമിനോ ആസിഡുകൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു ആൾ വേണം, അഡാപ്റ്റർ മോളിക്യൂൾ വേണം. അതിവിടെ TRNA ആണ് അഡാപ്റ്റർ മോളിക്യൂളായി പ്രവർത്തിക്കുന്നത്. ആ TRNAയിലാണ് നമുക്ക് ആൻറ്റികോഡൺ കാണാൻ കഴിയുക. അത് കഴിഞ്ഞ് ഇതിനൊരു ടെംപ്ലേറ്റ് വേണം, ട്രാൻസ്ലേഷന് മെസ്സേജ് ഉള്ള ഒരു ടെംപ്ലേറ്റ് വേണം. അത് mRNA ആണ്. നമ്മൾ അതിനെ ട്രാൻസ്ലേഷണൽ യൂണിറ്റ് എന്നാണ് വിളിക്കുക. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം റൈബോസോം പ്രോട്ടീൻ ഫാക്ടറി എന്ന് പറയും. റൈബോസോം പ്രോട്ടീൻ ഫാക്ടറി. അപ്പോൾ നമ്മളിവിടെ ഈക്കോളയിൽ അല്ലെങ്കിൽ പ്രോകാരിയോട്ടിലെ റൈബോസോം നോക്കുമ്പോഴത്തേക്ക് റൈബോസോമാണ്. അതിന് 2 സബ് യൂണിറ്റുകൾ കാണാം, സ്മോളറും ലാർജറും. സ്മോളർ എന്ന് പറയുമ്പോഴത്തേക്ക് സ്മോളർ 30 ആയിരിക്കും, ഇത് 50S ആയിരിക്കും. 30Sഉം 50S ആയിട്ട് 2 സബ് യൂണിറ്റ്, സ്മോളർ സബ് യൂണിറ്റും ലാർജർ സബ് യൂണിറ്റും കാണാം. ഈ 2 സബ് യൂണിറ്റുകളും നമ്മൾ കമ്പൈൻ ചെയ്യണമെങ്കിൽ മഗ്നീഷ്യം 2+, മഗ്നീഷ്യം 2+ൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിലാണ് ഈ 2 സബ് യൂണിറ്റുകൾ നമ്മൾ കൂടിച്ചേരുക. അപ്പം ട്രാൻസ്ലേഷൻ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് സ്മോളർ സബ് യൂണിറ്റാണ് mRNA ആയിട്ട് കൊളൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ mRNA ആയിട്ട് ആദ്യം അസോസിയേറ്റ്, ട്രാൻസ്ലേഷൻ്റെ തുടക്കത്തിൽ mRNA ആയിട്ട് ആദ്യം അസോസിയേറ്റ് ചെയ്യുന്നത് സ്മോളർ സബ് യൂണിറ്റ് ആയിരിക്കും. അതിനുശേഷമാണ് മഗ്നീഷ്യത്തിൻ്റെ പ്രസൻസിൽ ലാർജർ സബ് യൂണിറ്റ് വരുന്നത്. ലാർജർ സബ് യൂണിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 സൈറ്റുകൾ കാണാം. TRNAയ്ക്ക് പ്രവേശിക്കാനുള്ള 2 സ്പേസുകൾ കാണാം. ഈ സ്പേസുകളിൽ കൃത്യമായിട്ടും TRNAകൾ വരും, സ്യൂട്ടബിൾ TRNA. ഒന്ന് അമിനോ അസൈൽ സൈറ്റാണ്, വേറൊന്ന് പെപ്റ്റിഡൈൽ സൈറ്റാണ്. അമിനോ അസൈൽ സൈറ്റിലായിരിക്കും ആദ്യമായിട്ട് TRNA വരുന്നത്. അമിനോ ആസിഡിനോട് TRNA ആദ്യം പ്രവേശിക്കുന്ന അമിനോ അസൈൽ സൈറ്റിലായിരിക്കും. ഇനി ഈ റൈബോസോം ട്രാൻസ്ലേഷൻ്റെ ഭാഗമായിട്ട് മുമ്പോട്ട് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യപ്പെടും mRNAയിൽ കൂടി. ATPയിലെ എനർജി ഉപയോഗിച്ച് മുന്നോട്ട് അത് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് A സൈറ്റിലുള്ള TRNA B സൈറ്റിലേക്ക് പോവുകയും A സൈറ്റ് ഫ്രീ ആവുകയും പുതിയ TRNA A സൈറ്റിലേക്ക് വരികയും ചെയ്യും. അങ്ങനെയാണ് പ്രോസസ്സ് മുന്നോട്ട് പോകുന്നത്. ഇനി ഈ 2 ഇപ്പോൾ ഇവിടെ കാണുന്ന TRNAകൾ ഈ P സൈറ്റിൽ A സൈറ്റിൽ TRNA വന്നു കഴിഞ്ഞാൽ ആ 2 TRNAയുടെയും 3' അമിനോ ആസിഡുകൾ തമ്മിൽ ഉടനെ തന്നെ ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്ത് റെഡിയാവും. ആ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യാനായിട്ട് ഉള്ള എൻസൈമാറ്റിക് ആക്ടിവിറ്റി ചെയ്യുന്ന റൈബോസോമൽ RNA ആണ് 23S. അപ്പോൾ പ്രോകാരിയോട്ടിൽ 23Sനാണ് കാറ്റലറ്റിക് ആക്ടിവിറ്റി ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതാണ് ഈ റൈബോസോമിൻ്റെ ജോലിയായിട്ട് നമ്മൾ പ്രോട്ടീൻ സിന്തസിസിൽ കാണുന്നത്. ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് TRNA അടുത്ത റിക്വയർമെൻറ്റാണ് TRNA. രണ്ടാമത്തെ റിക്വയർമെൻറ്റ് TRNA ട്രാൻസ്ഫർ RNA. അതിവിടെ അഡാപ്റ്റർ മോളിക്യൂളായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പം വീണ്ടും നമ്മൾ ഫ്രാൻസിസ് ക്രിക്കിനെ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഫ്രാൻസിസ് ക്രിക്ക് സെൻട്രൽ ഡോഗ്മ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു mRNAയിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ mRNAയിൽ കാണുന്ന മെസ്സേജിനനുസരിച്ചുള്ള പ്രോട്ടീൻ എത്തിച്ചു കൊടുക്കാൻ, പ്രോട്ടീൻ ലഭ്യമാക്കാൻ ഒരു അഡാപ്റ്റർ മോളിക്യൂളിൻ്റെ സാന്നിധ്യം നേരത്തെ ഇതിന് ഫ്രാൻസിസ് ക്രിക്ക് തിരിച്ചറിഞ്ഞിരുന്നു. അദ്ദേഹം അവിടെ പോസ്റ്റുലേറ്റ് ചെയ്തിരുന്നു. പിന്നീട് അപ്പോൾ അന്ന് ഈ TRNA നമ്മൾ sRNA സോളിബിൾ RNA എന്നാണ് അന്ന് വിളിച്ചിരുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല. പിന്നീട് ജനറ്റിക് കോഡും കണ്ടുപിടിച്ചതിന് ശേഷമാണ് TRNA എന്നുള്ള പേരിലേക്ക് വരുന്നതും TRNA ആണ് അഡാപ്റ്റർ മോളിക്യൂളാണെന്ന് കണ്ടുപിടിക്കുന്നതും വളരെ റീസെൻ്റ് ആയിട്ടാണ്. ഇനി എന്താണ് ഒരു TRNAയുടെ പ്രത്യേകത നോക്കാം. അത് നമുക്കറിയാം, 5' 3' എൻഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു സിംഗിൾ RNA മോളിക്യൂളാണ് TRNA എന്നറിയാം. അതിൻ്റെ പ്രത്യേക കോൺഫിഗറേഷൻ അനുസരിച്ചുള്ള ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ 3' എൻഡും ഉണ്ട്, 5' എൻഡും കാണാം. ഇനി അതിൽ തന്നെ ഒരു വലിയ ലൂപ്പ്, അതാണ് ആൻറ്റികോഡൺ ലൂപ്പിലായിരിക്കും ആൻറ്റികോഡൺ കാണുന്നത്. ഇനി 3' എൻഡിലാണ് അമിനോ ആസിഡ് അറ്റാച്ചിങ് എൻഡ് നമ്മൾ 3' എൻഡിൽ ഈ ആൻറ്റികോഡോണിനനുസരിച്ചുള്ള അമിനോ ആസിഡ് ഇവിടെ അറ്റാച്ച് ചെയ്യപ്പെടും. ആ അറ്റാച്ച് ചെയ്യുന്നത് എസ്റ്റർ ബോണ്ട് വഴിയായിരിക്കും. ഒരു എസ്റ്റർ ബോണ്ട് ഫോം ചെയ്തിട്ട് അതിലൂടെയാണ് അമിനോ ആസിഡ് TRNAയുടെ 3' എൻഡിൽ അറ്റാച്ച് ചെയ്യപ്പെടുന്നത്. ഇനി നമ്മൾ ഈ പ്രോസസ്സിലേക്ക് ഒന്നുകൂടെ വരികയാണെങ്കിൽ mRNA 5' 3' ഡയറക്ഷനിൽ mRNA വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ആദ്യത്തെ കോഡൺ, ഇനിഷ്യേഷൻ കോഡൺ ഇവിടെ AUG ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. AUG എന്ന് പറയുന്ന ഒരൊറ്റ കോഡൺ മാത്രമുള്ള അമിനോ ആസിഡുള്ള ഇതാണ് AUG. അതിനനുസരിച്ച് ഒരൊറ്റ TRNA മാത്രമേ അവിടെ ഫോം ചെയ്യുള്ളൂ. അപ്പോൾ AUG എന്ന് പറയുന്ന 5' 3' കോഡോണിനെ റീഡ് ചെയ്യുന്ന ആൻറ്റി കോഡോൺ എന്ന് പറയുന്നത് 3' 5' ആയിരിക്കും. UAC ആയിരിക്കും. അപ്പോൾ UAC ആൻറ്റി കോഡോണിലെ TRNAയുടെ ടെയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണുന്ന അമിനോ ആസിഡ് മെത്തിയോണൈൻ ആയിരിക്കും. മെത്തിയോണൈൻ ആയിരിക്കും. അപ്പോൾ AUG 5' AUG കോഡോൺ ആണെങ്കിൽ
3' UAC ആൻറ്റിക്കോഡോൺ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ AUG അനുസരിച്ചുള്ള അമിനോ ആസിഡ് ആയിരിക്കും 3' എൻഡിൽ കാണുക. അപ്പം AUG കോഡോണും ആൻറ്റിക്കോഡോണും തമ്മിൽ കോംപ്ലിമെൻ്റ് ആയിരിക്കണം, ഈ കോഡോണും അമിനോ ആസിഡും തമ്മിൽ കോംപ്ലിമെൻ്റ് ആയിരിക്കണം. അത്തരത്തിൽ കൃത്യമായിട്ടുള്ള അമിനോ ആസിഡിനെയാണ് TRNA ഇവിടെ ലഭ്യമാക്കുന്നത്. അടുത്ത നോക്കൂ, അടുത്ത UUU ആണ് അടുത്ത കോഡോണായിട്ട് കാണിക്കുന്നത്. രണ്ടാമത്തെ കോഡോൺ UU ആയിട്ടാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. UUU എന്ന് പറയുന്നത് നമുക്കറിയാം ഫീനൈൽ അലനൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനാണ് അത് കോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ TRNA വരുമ്പോഴത്തേക്ക് അവിടുത്തെ ആൻറ്റിക്കോഡോൺ എന്ന് പറയുന്നത് AAA ആയിരിക്കും. ആൻറ്റിക്കോഡോൺ യു ആയിട്ട് കോംപ്ലിമെൻ്റ് ആകുന്നത് അഡിനീനാണ്. AA ആയിരിക്കും ആൻറ്റിക്കോഡോൺ. അവിടെ കാണുന്ന അമിനോ ആസിഡ് ഫീനൈൽ അലനൈൻ ആയിരിക്കും. അതായിരിക്കും അവിടുത്തെ 3' എൻഡിൽ കാണുക. ആ അമിനോ ആസിഡ് ആയിരിക്കും രണ്ടാമത് ഇവിടെ കൊണ്ടുവരപ്പെടുക. അപ്പോൾ ഇങ്ങനെയാണ് TRNAയും mRNAയിലെ കോഡോൺ നമ്മൾ റിലേഷൻഷിപ്പ് ചെയ്താണ്. നിങ്ങൾ ക്ലിയറായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് മെക്കാനിസം മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത അവസാനത്തെ റിക്വയർമെൻറ്റാണ് ട്രാൻസ്ലേഷണൽ യൂണിറ്റ്. ഇതാണ് ട്രാൻസ്ലേഷൻ്റെ ടെംപ്ലേറ്റ്. ട്രാൻസ്ലേഷൻ നടക്കുന്നതിനുള്ള ടെംപ്ലേറ്റിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷണൽ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. അത് mRNA ആണ്. ആ mRNA ഡയറക്ഷൻ നമുക്കറിയാം 5' to 3' ആണ്. അതിൽ ട്രാൻസ്ലേഷൻ നടക്കണമെങ്കിൽ ആദ്യം ഒരു ഇനിഷ്യേറ്റർ കോഡോൺ വേണം. അപ്പോൾ ട്രാൻസ്ലേഷനിൽ ഒരു ഇനിഷ്യേറ്റർ കോഡോൺ വേണം. ഇനിഷ്യേറ്റർ കോഡോൺ നമുക്കറിയാം, ഇനിഷ്യേറ്റർ കോഡോൺ AUG ആണെന്ന് അറിയാം. ഇനി ട്രാൻസ്ലേഷൻ അവസാനിക്കേണ്ട ഒരു ടെർമിനേഷൻ കോഡോൺ വേണം, അല്ലെങ്കിൽ സ്റ്റോപ്പ് കോഡോൺ വേണം. നമുക്കറിയാം UAA, UAG, UGA അപ്പോൾ അതും വേണം. അപ്പോൾ പ്രധാനപ്പെട്ട ട്രാൻസ്ലേഷനിൽ ഒരു ഇനീഷ്യേറ്റർ കോഡോണും ടെർമിനേറ്റർ കോഡോണും വേണം. ഇതിനിടയ്ക്കാണ് ട്രാൻസ്ലേഷണൽ സെഗ്മെൻറ്റ് വേണ്ടത്. അപ്പം സ്ട്രക്ചറൽ ജീനിന് ആധാരമായിട്ടുള്ള ഒരു ജനറ്റിക് സീക്വൻസുള്ള mRNA സ്ട്രാൻഡ് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി കാണും. ഇനി ഇതിന് പുറമെ നമ്മൾ നോക്കുകയാണെങ്കിൽ there are some untranslated regions. നമ്മളതിനെ UTRs എന്ന് വിളിക്കും. അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസും കൂടി ട്രാൻസ്ലേഷൻ യൂണിറ്റിൽ നമുക്ക് കാണാൻ പറ്റും. ആദ്യം ഇനീഷ്യേറ്റർ കോഡോണിന് മുമ്പായിട്ട് UTR1, സ്റ്റോപ്പ് കോഡോണിന് പുറകിലായിട്ട് UTR2. ഇങ്ങനെ രണ്ട് തരം UTRs ഇവിടെ കാണാം. അപ്പോൾ ഇവ കോഡ് ചെയ്യപ്പെടുന്നില്ല, ഇവ ഒരു അമിനോ ആസിഡിനെയും കോഡ് ചെയ്യുന്നില്ല. എന്നാൽ ഇവയുടെ പ്രസൻസ് കാരണം ഈ ട്രാൻസ്ലേഷൻ വളരെ ഇഫക്റ്റീവായിട്ട് നടക്കും. കാര്യക്ഷമമായിട്ട് ട്രാൻസ്ലേഷൻ നടക്കാൻ ഈ UTRകളുടെ സാന്നിധ്യം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതാണ് ട്രാൻസ്ലേഷൻ യൂണിറ്റ്. അപ്പോൾ നമ്മൾ റിക്വയർമെൻറ്റ് നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇനി എന്താണ് മെക്കാനിസം ഓഫ് ട്രാൻസ്ലേഷൻ? നോക്കൂ, ആദ്യത്തെ സ്റ്റെപ്പ് ആക്ടിവേഷൻ ഓഫ് TRNA ആണ്. TRNA അപ്പോൾ സാധാരണ ഒരു TRNA ഇവിടെയുണ്ട്. നമുക്കറിയാം ആ TRNAയിൽ ആൻറ്റിക്കോഡോൺ കാണും, ഒരു കോഡോണിനനുസരിച്ച് ആൻറ്റിക്കോഡോൺ കാണും, അതിനനുസരിച്ച് അമിനോ ആസിഡ് അതുമായിട്ട് കമ്പൈൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു TRNAയോട് അതിൻ്റെ സ്പെസിഫിക് അമിനോ ആസിഡ് കമ്പൈൻ ചെയ്യുന്നതിന് നമ്മൾ ആക്ടിവേഷൻ എന്ന് പറയും. ഇനി ആക്ടിവേഷൻ എന്ന് പറയാൻ കാരണം നമുക്ക് അവയ്ക്ക് എനർജി കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. എനർജി കൊടുത്ത് ചാർജ് ചെയ്താണ് നിർത്തുന്നത്. ഒരു പ്രവൃത്തി നടക്കാനായിട്ട് അവയെ ചാർജ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ TRNAയെ സ്പെസിഫിക് അമിനോ ആസിഡും കൂടെ ചേർത്ത് എനർജി കൊടുക്കുമ്പോഴത്തേക്ക് അത് അമിനോ അസൈൽ TRNA ആയി മാറും, അല്ലെങ്കിൽ ചാർജ്ഡ് TRNA ആയിട്ട് മാറും. റെഡിയാണ്, അമിനോ ആസിഡ് സപ്ലൈ ചെയ്യാൻ റെഡി ആയിട്ടുള്ള ചാർജ്ഡ് TRNA ആയിട്ടവ മാറും. അവിടെ അതിന് ഹെൽപ്പ് ചെയ്യുന്നൊരു എൻസൈമുണ്ട്, അമിനോ അസൈൽ TRNA സിന്തറ്റൈസ് എൻസൈമാണ് ഈ ചാർജിങ്ങിനെ കാറ്റലൈസ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് TRNAകളെ അവൈലബിൾ ആക്കുക, ചാർജ്ഡ് TRNAകളെ അവൈലബിൾ ആക്കുക എന്നുള്ള ആദ്യത്തെ ജോലി. ഇനി അടുത്തതാണ് നമ്മൾ ഇനീഷ്യേഷനിലേക്ക് പോകുക. അപ്പോൾ ഇനീഷ്യേഷൻ നടക്കണമെങ്കിൽ നമുക്കറിയാം ഇനീഷ്യേറ്റർ കോഡോൺ വേണം. ഇനി ചാർജ്ഡ് TRNA വേണം. അതുപോലെ റൈബോസോം വേണം. ഇനി ഇനീഷ്യേഷൻ ഫാക്ടറും കൂടെ വേണം. അപ്പം ഇനീഷ്യേഷൻ കോഡോണ്, ഇനീഷ്യേറ്റർ ഫാക്ടർ, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇനീഷ്യേഷൻ നടക്കുകയുള്ളൂ. നോക്കൂ, ഇവിടെ ഇനീഷ്യേഷൻ്റെ ഭാഗമായിട്ട് ആദ്യം mRNA 5' 3' mRNA വരുന്നു. mRNA സിന്തസിസ് ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ് വന്നു. ആ mRNA ദ സ്മോളർ സബ് യൂണിറ്റ് റൈബോസോമിൻ്റെ സ്മോളർ സബ് യൂണിറ്റ് കൊളൈഡ് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ AUG ഇനിഷ്യേറ്റർ കോഡോൺ ഇവിടെ കാണാം. അടുത്ത കോഡോൺ UAC നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി ഇതിലേക്ക് ലാർജർ സബ് യൂണിറ്റ് വരുന്നു. ലാർജർ സബ് യൂണിറ്റ് വന്ന് അതിൽ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് നോക്കൂ, ഈ AUG എന്ന് പറയുന്നത് P സൈറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. A സൈറ്റ് ഇവിടെ empty ആണ്, A സൈറ്റിൽ ആരുമില്ല. പക്ഷേ സെക്കൻഡ് കോഡോൺ A സൈറ്റുമായിട്ട് അഭിമുഖീകരിച്ച് നിൽക്കുകയാണ്. ഇതാണ് ഫസ്റ്റ് പൊസിഷൻ, പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പം ഇവിടെ AUG പി സൈറ്റിലും സെക്കൻഡ് കോഡോൺ, ഇത് ഫസ്റ്റ് കോഡോൺ, സെക്കൻഡ് കോഡോൺ ഈ A സൈറ്റിന് അഭിമുഖീകരിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും, ആദ്യത്തെ ചാർജഡ് അമിനോ ആസിഡാണ്. ഇതെന്ത് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ ഈ ചാർജഡ് അമിനോ ആസിഡായിട്ടുള്ള ഈ മെത്തിയോണിനുള്ള ചാർജഡ് TRNA എവിടെ വരുന്നു, പി സൈറ്റിലേക്ക് പ്രവേശിക്കുന്നു, പി സൈറ്റിലേക്ക്. കാരണം AUG ആണ് ഇവിടുത്തെ കോഡോൺ. AUG റീഡ് ചെയ്യുന്നത് UAC ആയിരിക്കും. UAC ആണെങ്കിൽ ഇവിടെ മെത്തിയോണിനായിരിക്കും. ഫസ്റ്റ് ചാർജ് TRNA വരുന്നത് പെപ്റ്റിഡൈൽ സൈറ്റിലാണ്, അല്ലെങ്കിൽ ഇനീഷ്യേറ്റർ കോഡോണിന് കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള TRNA പെപ്റ്റിഡൈൽ സൈറ്റിലേക്ക് വരുന്നു. അപ്പോൾ ഇനീഷ്യേഷൻ ആയിക്കഴിഞ്ഞു. ഇനി അടുത്ത A സൈറ്റ് ഇവിടെ എംപ്റ്റി ആണെന്ന് പറഞ്ഞു. വളരെ വേഗം തന്നെ A സൈറ്റിലേക്ക് UAC റീഡ് ചെയ്യുന്നത് AUG എന്ന ആൻറ്റി കോഡോൺ ആയിരിക്കും. ആ UACയുടെ അമിനോ ആസിഡ് എന്ന് പറയുന്നത് ടൈറോസിനാണ്. അപ്പോൾ ടൈറോസിൻ വഹിച്ചുകൊണ്ടുള്ള ചാർജഡ് TRNA നേരെ വന്ന് A സൈറ്റിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു എപ്പോഴും പുതിയ ചാർജഡ് TRNA വരുന്നത് A സൈറ്റിലാണെന്ന് പറഞ്ഞു. എന്നാൽ ഒരു എക്സെപ്ഷൻ, ഈ ഇനിഷ്യേറ്റർ കോഡോണിൻ്റെ TRNA മാത്രമാണ് പി സൈറ്റിലേക്ക് ആദ്യമായിട്ട് പ്രവേശിക്കുന്നത്. അപ്പോൾ ഇതിവിടെ വന്നു കഴിഞ്ഞു. അടുത്ത ഡയഗ്രം നിങ്ങൾ നോക്കൂ. അടുത്ത ഡയഗ്രത്തിൽ രണ്ടാമത്തെ ടൈറോസിനുള്ള ചാർജഡ് TRNA ഇപ്പോൾ A സൈറ്റിലേക്ക് വന്നു. നേരത്തെ പി സൈറ്റിൽ ഇനിഷ്യേറ്റർ കോഡോണിൻ്റെ TRNA പി സൈറ്റിൽ ആൾറെഡി പ്രസൻ്റ് ആണ്. ഇങ്ങനെ അടുത്തടുത്ത് രണ്ട് ചാർജഡ് TRNA വന്നു കഴിഞ്ഞാൽ അവയിലെ അമിനോ ആസിഡുകൾ തമ്മിൽ ഉടനെ തന്നെ ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യും. അതിന് സഹായിക്കുന്ന 23S RRNA, കാറ്റലറ്റിക് ആയിട്ടുള്ള 23S RRNA എവിടെയുണ്ട്, ലാർജർ സബ് യൂണിറ്റിലുണ്ട്. അതിൻ്റെ സഹായത്താൽ ഇവിടെ പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് ആണ് ഇവിടുത്തെ എൻസൈം. പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എൻസൈമിൻ്റെ സഹായത്താൽ ഇവിടെ ഒരു പെപ്റ്റൈഡ് ബോണ്ട് അവിടെ ഫോം ചെയ്തു. ഇനി അടുത്ത് എന്താ സംഭവിക്കുക, ട്രാൻസ്ലൊക്കേഷൻ ഓഫ് റൈബോസോമാണ്. റൈബോസോമിൻ്റെ പൊസിഷനിൽ വ്യത്യാസം വരുന്നു. റൈബോസോം ഇങ്ങോട്ട് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. അത് മൂവ് ചെയ്യാൻ എനർജി വേണം. ATP ഇവിടെ എനർജി സപ്ലൈ ചെയ്യും. അപ്പോൾ ഇനി അടുത്ത് ഇലോങ്ങേഷൻ നടക്കാനായിട്ട് ഇവ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് ഇലോങ്ങേഷൻ ഫാക്ടറും അവിടെ ഇലോങ്ങേഷനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുമ്പോൾ, എനർജി ഉപയോഗിച്ച് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുമ്പോൾ UAC ഇപ്പം ഈ പൊസിഷനിലേക്ക് പോകും. അപ്പോൾ ഇതിങ്ങനെ പുറത്തേക്ക് വരും. AUG പുറത്തേക്ക് വരുന്നു, UAC പി സൈറ്റിലേക്ക് വരുന്നു. ഇനി A സൈറ്റ് അവിടെ മൂന്നാമത്തെ കോഡോൺ അവിടെ വരികയും അത് എംപ്റ്റി ആവുകയും ചെയ്യും. അപ്പോൾ അടുത്ത ഡയഗ്രത്തിൽ നിങ്ങൾ ഇലോങ്ങേഷൻ നിങ്ങൾ നോക്കുക. ഇലോങ്ങേഷൻ നോക്കുമ്പോൾ കാണാം, നോക്കൂ ഇവിടെ ആദ്യത്തെ അമിനോ ആസിഡ് മെത്തിയോണിനായിരുന്നു. ആ മെത്തിയോണിൻ്റെ കൂടെ നമുക്കറിയാം ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്തിരുന്നു. രണ്ടാമത്തെ അമിനോ ടൈറോസിനായിരുന്നു. ടൈറോസിനും സിറീനും തമ്മിൽ നേരത്തെ തന്നെ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ ഇവിടെ ഇത് മൂന്നാമത്തെ കോഡോണാണ്. അപ്പോൾ ഒന്നാമത്തെ കോഡോൺ ഇങ്ങോട്ട് നീങ്ങി, രണ്ടാമത്തെ ഇങ്ങോട്ട് നീങ്ങി. നോക്കൂ, നേരത്തെ അമിനോ ആസിഡിൽ സപ്ലൈ ചെയ്ത TRNAകൾ ചാർജ് നഷ്ടപ്പെട്ട് അൺചാർജ്ഡ് TRNA ആയിട്ട് വീണ്ടും പുതിയ ചാർജിങ്ങിന് വേണ്ടി പോകുന്നത് ഇവിടെ കാണാൻ പറ്റുന്നു. പഴയ TRNA വീണ്ടും ചാർജിങ്ങിന് പോകണം, കാരണം ഇപ്പോൾ അവയിലുള്ള അമിനോ ആസിഡ് നഷ്ടപ്പെട്ടു പോയി. ഇനി വീണ്ടും പുതിയ ചാർജഡ്, അപ്പം ഇവിടെ നാലാമത്തെ കോഡോൺ ഇവിടെ. അപ്പോൾ നാലാമത്തെ കോഡോൺ വന്നപ്പോൾ കാണാം, നാലാമത്തെ കോഡോണിലേക്ക് പുതിയ ചാർജഡ് TRNA പ്രവേശിച്ച് A സൈറ്റിലിരിക്കുകയാണ്. ഇപ്പോൾ ഈ TRNA നമ്മൾ അഡാപ്റ്റർ മോളിക്യൂൾ എന്നാണ് വിളിക്കുന്നത്. അതിന് കാരണം ഈ സൈറ്റുകൾ പി സൈറ്റിലെ A സൈറ്റിൽ കറക്റ്റായിട്ട് വന്ന് ഇൻടാക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കുന്നത് സ്യൂട്ടബിൾ TRNA ആയിരിക്കും. അപ്പോൾ ഒരു ഹോളിൽ അല്ലെങ്കിൽ ഒരു പ്ലേസിൽ കറക്റ്റായിട്ട് വന്ന് പ്ലേസ് ചെയ്യുന്ന സാധനത്തിന് നമ്മൾ അഡാപ്റ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പ്ലേസുകൾ അഡാപ്റ്റ് ചെയ്തിരിക്കാൻ സ്യൂട്ടബിൾ TRNAകൾ വന്നെത്തും. അതുകൊണ്ടാണ് നമ്മൾ TRNA അഡാപ്റ്റർ മോളിക്യൂൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തായാലും നാലാമത്തെ കോഡോൺ A സൈറ്റിലേക്ക് വന്നു. അവിടെ ടൈറോസിൻ, UAC കോഡിന് ടൈറോസിനെയാണ്. ടൈറോസിനുള്ള ചാർജ് TRNA അവിടെ വന്നു കഴിഞ്ഞു. സിറീനും ടൈറോസിനും തമ്മിൽ വീണ്ടും പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എൻസൈമിൻ്റെ സഹായത്തിൽ വീണ്ടും അവിടെ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്ത് ഈ ചെയിൻ ഇങ്ങനെ ഇലോങ്ങേറ്റ് നീളം കൂടി പോയിക്കൊണ്ടിരിക്കും. അപ്പം ഈ റൈബോസോം ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യും. അതെന്ത് ചെയ്യുന്നു, അത് mRNAയിൽ ഓരോ കോഡോണിനെയും റീഡ് ചെയ്ത് അടുത്തൊരു കോഡോൺ ഉണ്ടാകും, AG എന്ന് വിചാരിക്കുക. അടുത്തൊരു കോഡോൺ ഉണ്ടാകും, അല്ലെങ്കിൽ UAC. അടുത്തിങ്ങനെ ഓരോ കോഡോണിനെ റീഡ് ചെയ്തുകൊണ്ട് ഈ റൈബോസോം ഇങ്ങനെ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നു. അതിനനുസരിച്ച് ഇവിടെ സിന്തസിസ് നടന്നുകൊണ്ടേയിരിക്കും. പോളിപെപ്റ്റൈഡ് ചെയിൻ്റെ നീളം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആ പ്രോസസ്സ് മുന്നോട്ട് പോയി അവസാനം നിങ്ങൾ നോക്കുമ്പോൾ കാണാം, ഇനിയും ഇവിടെ ചെയിൻ്റെ നീളം വർദ്ധിച്ചിരിക്കുകയാണ്. കുറേ ഇലോങ്ങേഷൻ നടന്നു. ഇനി വീണ്ടും കോഡോണുകൾ കൊണ്ട് റീഡ് ചെയ്യാൻ അമിനോ ആസിഡ് വരുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ടെക്സ്റ്റിൽ അതിൻ്റെ ഡയഗ്രമാണ്. ടെർമിനേഷനിലേക്ക് വരുമ്പോൾ UGA നോക്കൂ, ഇവിടെ UGA ടെർമിനേഷൻ കോഡോണാണ്. UGA ഇവിടെ വന്നു. UGA വന്നു കഴിഞ്ഞാൽ UGAക്ക് നമുക്കറിയാം ടെർമിനേഷൻ കോഡോണുകൾക്ക് TRA ഇല്ല. അപ്പോൾ UGA എന്ന് പറയുന്നത് A സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വരാൻ TRNA ഇല്ല. അപ്പോൾ എംറ്റി ആവും. അപ്പം റിലീസ് ഫാക്ടർ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ആ സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യുകയും അവ ഇതിനെ ഈ
കോംപ്ലക്സിനെ തന്നെ റിലീസാക്കുകയും ചെയ്യും. അങ്ങനെ പോളിപെപ്റ്റൈഡ് ചെയിൻ റിലീസാകുന്നു. ട്രാൻസ്ലേഷൻ അവസാനിച്ചു. പോളിപെപ്റ്റൈഡ് ചെയിൻ റിലീസാകുന്നു, mRNA റിലീസാകുന്നു, അതുപോലെ തന്നെ മറ്റെല്ലാ ഘടകങ്ങളും റിലീസായിട്ട് ട്രാൻസ്ലേഷൻ അവസാനിക്കും. ഇങ്ങനെ അപ്പം നിങ്ങൾ ഈ മൊത്തം പ്രോസസ്സിനെ ഒരു അനിമേഷൻ പോലെ മനസ്സിൽ ഇമാജിൻ ചെയ്ത് വന്നാലേ ഇത് ക്ലിയറായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു ധാരാളം ക്വസ്റ്റ്യൻസ് ഈ പോർഷനിൽ തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. നീറ്റിന് 2 ക്വസ്റ്റ്യൻ എങ്കിലും ഈ ടോപ്പിക്കിൽ നിന്ന് മാത്രം ചോദിക്കുന്നു. ഇപ്പം 2024 2 നീറ്റ് എക്സാംസ് നടത്തപ്പെട്ടു. ഓരോ നീറ്റിലും ഈ 2 ചോദ്യങ്ങൾ ചോദിച്ചു. നമുക്ക് ഇനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2024 ചോദിച്ചാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ പ്രോകാരിയോട്സ് RNA പോളിമറൈസ് ഇസ് കേപ്പബിൾ ഓഫ് കാറ്റലൈസിങ് പ്രോസസ്സസ് ഓഫ് ഇലോങ്ങേഷൻ ഡ്യൂറിങ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷനിൽ ഇലോങ്ങേഷൻ നടത്തുന്നതും പ്രോകാരിയോട്ടിൽ RNA പോളിമറൈസ് ആണെന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കറിയാം RNA പോളിമറൈസ് only 1 ടൈപ്പേ ഉള്ളൂ പ്രോകാരിയോട്ടിൽ. ഈ ഒരൊറ്റ RNA പോളിമറൈസ് ആണ് ഇനീഷ്യേഷൻ, അൺവൈൻഡിങ്, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ ഇവയെല്ലാം ചെയ്യുന്ന ഈ ഒരൊറ്റ RNA പോളിമറൈസ് ആണ്. അപ്പോൾ ആ തരത്തിൽ RNA പോളിമറൈസ് ഇലോങ്ങേഷൻ ചെയ്യുന്നു എന്ന് പറയുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് പറയേണ്ടി വരും. RNA പോളിമറൈസ് അസോസിയേറ്റ് ട്രാൻസിയൻ്റലി വിത്ത് റോ ഫാക്ടർ ടു ഇനീഷ്യേറ്റ് ട്രാൻസ്ക്രിപ്ഷൻ. ടു ഇനീഷ്യേറ്റ് അല്ല, ടു ടെർമിനേറ്റ് ആണ്. കാരണം റോ ഫാക്ടർ എന്ന് പറയുന്നത് ടെർമിനേഷൻ ഫാക്ടറാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ ടെർമിനേറ്റ് ആകപ്പെടും. അപ്പോൾ ഇവിടെ ഇനിഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ഇനിഷ്യേഷൻ ഫാക്ടറായ സിഗ്മ ഫാക്ടറാണ് വേണ്ടത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ച് വായിച്ചാൽ റോങ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ ബട്ട് 2 ഈസ് ഫാൾസ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. ഇത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ അതും 2024 ക്വസ്റ്റ്യനാണ്. എന്താണ്? A transcription unit in DNA is defined primarily by 3 regions. ശരിയാണ്, in DNA. And these are with respect to upstream and downstream end. അപ്പം കോഡിംഗ് സ്റ്റാൻഡ് മനസ്സിൽ വിചാരിക്കുക. കോഡിംഗ് സ്റ്റാൻഡ്. അപ്പോൾ കോഡിംഗ് സ്റ്റാൻഡിൽ നമുക്കറിയാം 5' 3' വിത്ത് റെസ്പെക്ട് കോഡിംഗ് സ്റ്റാൻഡാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇങ്ങോട്ടാണ് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് കോഡിംഗ് സ്റ്റാൻഡ്. അപ്പോൾ ഇത് അപ്സ്ട്രീമാണ്, അപ്സ്ട്രീം. ഇത് ഡൗൺ സ്ട്രീമാണ്. നമുക്കറിയാം കോഡിംഗ് സ്റ്റാൻഡിൻ്റെ 5' എൻഡിലാണ് ടെർമിനേറ്റർ കാണുന്നത്. ഇനി കോഡിംഗ് സ്റ്റാൻഡ് 3' എൻഡില്ല, പ്രൊമോട്ടർ, ടെർമിനേറ്റർ അല്ല, തിരിഞ്ഞുപോയി. അപ്പോൾ ഇവിടെ കോഡിംഗ് സ്റ്റാൻഡ് 5' എൻഡിലാണ് പ്രൊമോട്ടർ കാണുന്നത്, പ്രൊമോട്ടർ. കോഡിംഗ് സ്റ്റാൻഡ് 3' എൻഡിലായിരിക്കും ടെർമിനേറ്റർ കാണുക. അതിന് ഇടയ്ക്ക് എന്ത് കാണും? സ്ട്രക്ചറൽ ജീൻസ് കാണും. അപ്പോൾ ഇവിടെ അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം എന്ത് ചെയ്യും? അപ്സ്ട്രീമിൽ ആരാണ്? പ്രൊമോട്ടർ. ഡൗൺ സ്ട്രീം ടെർമിനേറ്റർ, ഇടയ്ക്ക് സ്ട്രക്ചറൽ ജീൻ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് പോകാം. ഓപ്ഷൻ 4 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് ഈ കോഡിംഗ് സ്റ്റാൻഡ് വെച്ച് നിങ്ങൾക്ക് എളുപ്പം കണ്ടുപിടിക്കാം. ഇനി അടുത്ത 2024 റീനീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്. 2 സ്റ്റേറ്റ്മെൻറ്റ്. ഇൻ യൂകാരിയോട്സ്, ഇതൊക്കെ ശ്രദ്ധിച്ചോളണം. ദർ ആർ 3 RNA പോളിമറൈസസ് ഇൻ ദ ന്യൂക്ലിയസ് ഇൻ അഡീഷൻ ടു RNA പോളിമറൈസസ് ഫൗണ്ട് ഇൻ ഓർഗനൽസ്. ടെക്സ്റ്റിൽ അതേ സെൻറ്റൻസ് ആണ്. ഓർഗനലിൽ കാണുന്ന RNA പോളിമറൈസിന് പുറമെ യൂകാരിയോട്ടിൽ 3 RNA പോളിമറൈസസ് ഉണ്ടെന്ന് പറയും. ശരിയാണ്. RNA പോളിമറൈസ് 1, 2 and 3. സ്റ്റേറ്റ്മെൻറ്റ് 2 ഇത് ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 all the 3 RNA polymerase in eukaryotic nucleus have different roles. അതും ശരിയാണ്. clear cut division of labor for these 3 polymerases ടെക്സ്റ്റിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതും ശരിയാണ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ട്രൂ എന്ന് പറയേണ്ടി വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ആണ്. അതും 2024 റീനീറ്റിന് ചോദിച്ചതാണ്. ഈ മാച്ചിങ് എല്ലാം റിലേറ്റഡ് ടു യൂകാരിയോട്ടിനെ റിലേറ്റീവുള്ള മാച്ചിങ് ആണ്. RNA പോളിമറേസ് 3 എന്താണ് അതിൻ്റെ ഫങ്ഷൻ നമുക്ക് പഠിച്ചിട്ടുണ്ട്. സ്മോൾ ന്യൂക്ലിയർ RNAസും tRNA ഉണ്ടാക്കുന്നത് ഇവയാണ്. അതിന് പുറമെ 5s rRNAയും അവ ഉണ്ടാക്കുന്നു. അപ്പോൾ snRNA, tRNA, 5s rRNA ഇതെല്ലാം ഉണ്ടാക്കുന്നത് പോളിമറേസ് 3 ആണ് ഇൻ ദ കേസ് ഓഫ് യൂകാരിയോട്സ്. ഇനി ടെർമിനേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ടെർമിനേഷൻ നമുക്കറിയാം. ടെർമിനേഷൻ ഫാക്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, റോ ഫാക്ടറാണ്. അപ്പം ബിയുമായിട്ട് നിങ്ങൾ മാച്ച് ചെയ്യേണ്ടത് 3 ആണ്. ഇനി സ്പ്ലൈസിങ് ഓഫ് എക്സോൺസ്, അപ്പോൾ mRNA പ്രോസസ്സിംഗ് ആണ്. എക്സോണുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് മീനിങ് ഫുൾ സിംഗിൾ ജീൻ ആക്കേണ്ടതുണ്ട്. അത് ചെയ്യുന്നത് ആരാണ്? snRNPs ഓർ സ്നർബ്സ് ആണ്.
സ്മോൾ ന്യൂക്ലിയർ RNAയും പ്രോട്ടീനും ചേർന്ന കോംപ്ലക്സ് ആണ്. അവയാണ് സ്പ്ലൈസിങ് ഓഫ് എക്സോൺസ് ചെയ്യുന്നത്. ടാറ്റ ബോക്സ് എന്ന് പറയുന്നത് യൂക്കാരിയോട്ടിലെ പ്രൊമോട്ടർ സീക്വൻസിനെ പറയുന്ന പേരാണ് ടാറ്റ ബോക്സ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഓപ്ഷൻസ് എ എന്ന് പറയുന്നത് A4 ആയിരിക്കും. A4 ഉള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. A4, B3, C1 ആൻഡ് D2 ആണ് നമുക്ക് അവിടുത്തെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ചോദിച്ചിരിക്കുന്നത് 2023 നീറ്റിലേക്കാണ്. നോക്കാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് RNA polymerase 3 ഇൻ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ യൂക്കാരിയോട്സ്? നേരത്തെ മാച്ചിങ്ങിൽ തന്നെ വന്ന റെപ്പറ്റേഷനാണ്. RNA polymerase 3 എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് tRNA, 5S rRNA ആൻഡ് S. ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത്. കംപ്ലീറ്റ് എന്തെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഓപ്ഷൻസ് കറക്റ്റ് അല്ല. അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അടുത്ത ക്വസ്റ്റ്യൻ 2023 തന്നെയുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സീക്വൻസ് ഓഫ് കറസ്പോണ്ടിങ് കോഡിംഗ് സ്ട്രാൻഡ്? ഈ വാക്ക് ശ്രദ്ധിക്കുക. കോഡിംഗ് സ്ട്രാൻഡിൻ്റെ സീക്വൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് തന്നിട്ടുണ്ട്? mRNAയിലുള്ള സീക്വൻസ് തന്നിട്ടുണ്ട്. mRNA. അപ്പോൾ നമുക്കറിയാം mRNAയിൽ എവിടെയെല്ലാം U വന്നിട്ടുണ്ടോ അവിടെയെല്ലാം mRNAയിൽ U എല്ലാം കോഡിംഗ് സ്ട്രാൻഡിലെ A ആയിട്ട് മാറും. കോഡിംഗ് സ്ട്രാൻഡിൽ T ആയിട്ട് മാറും. mRNAയിലെ U എല്ലാം കോഡിംഗ് സ്റ്റാൻഡിൽ T ആയിട്ട് മാറ്റിയാൽ മതി. തിരിച്ചും അങ്ങനെ ചെയ്താൽ mതി. കോഡിംഗ് സ്റ്റാൻഡ് എന്ന് mRNA ചോദിച്ചാൽ നിങ്ങൾക്ക് T അല്ല നിങ്ങൾ U ആക്കിയാൽ മതി. ഇവിടുത്തെ സീക്വൻസ് നോക്കൂ. 5' AUCG അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. 5' AUCG അങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കോഡിംഗ് സ്റ്റാൻഡ് കിട്ടാൻ യുവിന് പകരമല്ല T ആക്കിയാൽ മതി. അപ്പം ATCG അത് 5'. നമുക്കറിയാം കോഡിംഗ് സ്റ്റാൻഡെല്ലാം 5', 3' ആണ്. അപ്പോൾ കോഡിംഗ് സ്റ്റാൻഡ് ഓറിയൻറ്റേഷൻ 5' to 3' ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 4ഉം നമുക്ക് കട്ട് ചെയ്ത് കളയാം. കാരണം 3'ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 1 ആണോ 3 ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. നോക്കൂ, AUCGക്ക് പകരം ATCG ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ മാത്രമാണ്. 5' ATCG ഇതായിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഈ ചോദ്യത്തിൽ കോഡിംഗ് സ്റ്റാൻഡിൽ ചോദിച്ചിട്ടുണ്ട്, mRNA നോക്കിയിട്ടുണ്ട്. ചിലപ്പോൾ mRNA ചോദിക്കും, കോഡിംഗ് സ്റ്റാൻഡ് തരും. വേറെ നിങ്ങൾ കോംപ്ലിമെൻ്ററി സ്റ്റാൻഡുകളൊന്നും എഴുതി നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. യുവും ടിയും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തും. സമയം കളയേണ്ട കാര്യമില്ല. ഈ 2022 ക്വസ്റ്റ്യൻ അടുത്ത് നമ്മൾ നോക്കുന്നത്, ദ പ്രോസസ് ഓഫ് ട്രാൻസ്ലേഷൻ ഓഫ് mRNA ടു പ്രോട്ടീൻ ബിഗിൻസ് ആസ് സൂൺ ആസ്. അപ്പോൾ ട്രാൻസ്ലേഷൻ തുടങ്ങുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1, ദ tRNA is activated and the larger subunit of ribosome encounter mRNA. ലാർജർ സബ് യൂണിറ്റ് അല്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. tRNA നേരത്തെ ചാർജായി നിൽക്കും, എല്ലാ tRNAയും. ഇനി സെക്കൻഡ്, സ്മോളർ സബ് യൂണിറ്റ് ഓഫ് റൈബോസോം എൻകൗണ്ടർ mRNA. അത് ശരിയാണെന്ന് കാണാം. മറ്റു ഓപ്ഷൻ ഇവിടെ നോക്കിപ്പോൾ അത് ലാർജർ സബ് യൂണിറ്റ് ഓഫ് റൈബോസം എൻകൗണ്ടർ mRNA തെറ്റാണ്. റെപ്പറ്റേഷൻ തന്നെ വന്നു. ബോത്ത് സബ് യൂണിറ്റ്സ് ഓഫ് റൈബോസം ജോയിൻ ഒരുമിച്ചല്ല ജോയിൻ ചെയ്യുന്നത്, വേറെയാണ് വരുന്നത്. ആദ്യം സ്മോളർ മാത്രമാണ് വരുന്നത്. അപ്പം നമ്മൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് വളരെ എളുപ്പം. പ്രോട്ടീൻസിൻ്റെ നന്നായിട്ട് പഠിച്ച ഒരു കുട്ടിക്ക് വളരെ എളുപ്പം തന്നെ മൈനസ് മാർക്ക് ഇല്ലാതെ തന്നെ അത് ആൻസർ ചെയ്ത് മുന്നോട്ട് പോകാം. വീണ്ടും 2021 ക്വസ്റ്റ്യൻ അടുത്ത് വന്നിരിക്കുന്നത് ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് mRNA സ്പ്ലൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. യൂക്കാരിയോട്ടിലെ mRNA സ്പ്ലൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഇവിടെ ചോദിച്ചിരിക്കുന്നു. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻ ക്യാപ്പിംഗ് മീഥൈൽ ഗുവാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഈസ് ആഡഡ് ടു ദ 3' എൻഡ് ഓഫ് HNRNA. ഇവിടെയാണ് മിസ്റ്റേക്ക് വന്നത്. ഇവിടെ 5' ആണ് വരേണ്ടത്. അപ്പം ജി ക്യാപ്പിംഗ് നടക്കുന്നത് 5' എൻഡിലാണ്. അതുകൊണ്ടാണ് 5' ജി ക്യാപ്പിംഗ് നമ്മളതിനെ വിളിക്കുക. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിപ്പോയി. RNA polymerase binds with a raw factor, ടെർമിനേഷൻ ഫാക്ടറാണെന്ന് അറിയാം, ടു ടെർമിനേറ്റ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ ബാക്ടീരിയ. വളരെ ശരിയാണ്. അപ്പം RNA polymerase റോയുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോഴാണ് അവിടെ ട്രാൻസ്ക്രിപ്ഷൻ ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി ദ കോഡിംഗ് സ്ട്രാൻഡ് ഇൻ എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഈസ്, കോഡിംഗ് സ്ട്രാൻഡ് ഇൻ എ അവിടെ തന്നെ മിസ്റ്റേക്ക് വന്നു. കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ ഭാഗമല്ല. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ ഭാഗമാവുന്നത് പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീന്, ടെർമിനേറ്റർ, ഇവ മൂന്നുമാണ്. കോഡിംഗ് സ്റ്റാൻഡ് കോംപ്ലിമെൻ്റായിട്ട് മാറി നിൽക്കുന്നതാണ്. അപ്പോൾ അതല്ല. അപ്പോൾ അവിടെ തന്നെ മിസ്റ്റേക്ക് വന്നു. ഇനി അതല്ല mRNA കോപ്പി ചെയ്യുന്നത് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവണമെങ്കിൽ ദ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ഇൻ എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഈസ് കോപ്പീഡ് ടു ആൻ mRNA എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് ശരിയാകുമായിരുന്നു. 4, സ്പ്ലിറ്റ് ജീൻ അറേഞ്ച്മെൻറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് പ്രോകാരിയോട്സ്. ഇവിടെയാണ് തെറ്റിപ്പോയത്. ഇവിടെ യൂകാരിയോട്സ് എന്നാണ് വരേണ്ടിയത്, യൂകാരിയോട്സ്. അപ്പം 3ഉം 4ഉം തെറ്റാണ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പറയുക
ഓപ്ഷൻ 2 ആണ് നമ്മളിവിടെ ആൻസറായിട്ട് പറയുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോഴത്തേക്ക് 2021 ക്വസ്റ്റ്യനാണ്. അപ്പം 9th ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ആർ ദ ഫോളോയിങ് RNA ഇസ് നോട്ട് റിക്വയർഡ് ഫോർ ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ എന്നാണ് ചോദ്യം. നമുക്കറിയാം mRNA എന്ന് പറയുന്നത് ഇവിടുത്തെ മെസ്സഞ്ചറാണ്, ടെംപ്ലേറ്റാണ്. പ്രോട്ടീൻ സിന്തസിസിലുള്ള ടെംപ്ലേറ്റാണ് mRNA. tRNA ആണെങ്കിൽ അഡാപ്റ്ററാണ്. RNA ആണ് റൈബോസോംസ് ഉണ്ടാക്കി. റൈബോസോം ഇല്ലാതെ പ്രോട്ടീൻ സിന്തസിസ് ഇല്ല. അപ്പോൾ ഇവ മൂന്നും വേണം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി ഇത് നമുക്ക് ആൻസറായിട്ട് ധൈര്യമായിട്ട് പറയാം. എന്നാലും siRNA എന്താണെന്ന് വെച്ചാൽ സൈലൻസർ RNA ആണ്. mRNA സൈലൻസ് ചെയ്യുന്ന കോംപ്ലിമെൻ്ററി സ്ട്രാൻഡാണ് siRNA. അപ്പോൾ സൈലൻസർ RNA ട്രാൻസ്ലേഷന് വേണ്ടാന്ന് മാത്രമല്ല, ട്രാൻസ്ലേഷനെ തടയുന്ന ഒരു ഫാക്ടറാണ് siRNA. അതാണ് ഇവിടുത്തെ ആൻസറായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നോക്കൂ, 2021 ക്വസ്റ്റ്യനാണ്. അപ്പോൾ എല്ലാ വർഷവും ഓരോ ക്വസ്റ്റ്യൻ വെച്ച് ചോദിച്ചിട്ടുണ്ട്. ചില വർഷങ്ങളിൽ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതായി കാണാം. വിച്ച് ഈസ് ദ ഒൺലി എൻസൈം that has capability to catalyze initiation, elongation, termination in the process of transcription in prokaryotes. നമുക്കറിയാം പ്രോകാരിയോട്ടിൽ ഒള്ളി എൻസൈമേ ഉള്ളൂ. ആരാണ്? DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ്. ഈ ഒറ്റ എൻസൈമേ ഇവിടെ ഉള്ളൂ. ഇതാണ് അവിടുത്തെ ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ മാത്രമല്ല അൺവൈൻഡിങ്ങും ചെയ്യുന്നത് ഈ ഒറ്റ എൻസൈമാണെന്ന് കാണാം. അപ്പോൾ നമ്മുടെ ആൻസർ വളരെ ക്ലിയർ ആണ്, സെക്കൻഡ് ഓപ്ഷനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ 2020 ക്വസ്റ്റ്യനാണ്. ഇവിടെ നോക്കൂ, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1, ദ കോഡൺ AUG കോഡ്സ് ഫോർ മെത്തിയോണൈൻ. അതുവരെ ശരിയാണ്. അപ്പോൾ AUG കോഡിന് മെത്തിയോണിനെയാണ്. ആൻഡ് ഫീനൈൽ അലനൈൻ അതുകൂടെ വന്നപ്പോൾ ആ കോമ്പനൻ്റ് കൂടെ വന്നപ്പോൾ അത് തെറ്റായി. ഫീനൈൽ അലന് വേറെ കോഡോണുണ്ട്, UUUയും UUCയുമാണ് ഫീനൈൽ അലൻ്റെ കോഡോണുകൾ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിപ്പോയി. AA ആൻഡ് AAG ബോത്ത് കോഡ്സ് ഫോർ അമിനോ ആസിഡ് ലൈസിൻ. നോക്കാം, AA നമുക്കറിയാം ഹോമോ പോളിമർ ഉണ്ടാക്കി AA ലൈസിനെയാണ് കോഡ് ചെയ്യുന്നത് നമുക്കറിയാം. ഇനി ഒരു കാര്യം കൂടി ഓർമ്മിക്കുക, ലൈസിൻ എന്ന് പറയുന്നത് 4 കോഡോണുള്ള ഒരു ഡീജനറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ലൈസിൻ എന്ന് പറയുന്നത്. അപ്പോൾ 4 കോഡൺ എന്ന് പറയുമ്പോൾ ഇവിടെ UCAG, മൂന്നാമത്തത് UCAG ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ AAU, AAC, AAG. നോക്കൂ, AAG ഒരു കോളത്തിലുള്ള 4 കോഡോണുകളാണ്. ഈ AAG ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. AAG അതും ലൈസിനെയാണ് കോഡ് ചെയ്യുന്നത്. നമുക്ക് ആ ഡീജനറസിയും കൂടെ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസമില്ല. അപ്പോൾ AAയും AAGയും കോഡ് ചെയ്യുന്നത് അമിനോ ആസിഡ് ലൈസിനെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് കാണാം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ് എന്ന ഓപ്ഷനിലേക്ക് നമ്മൾ അവിടെ പോകും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഇത് 2016 വളരെ മുമ്പ് ചോദിച്ചതാണ്. എന്നാൽ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആയത് ഞാനിവിടെ ആഡ് ചെയ്യുന്നുള്ളത്. നോക്കൂ, വിച്ച് ആർ ദ ഫോളോയിങ് RRNA ആക്ട് ആസ് സ്ട്രക്ചറൽ ആൻഡ് RNA ആസ് വെൽ ആസ് റൈബോസൈം. അതായത് സ്ട്രക്ചറൽ ആക്ടിവിറ്റിയും കാറ്റലിറ്റിക് ആക്ടിവിറ്റിയും കാണിക്കുന്ന RRNA ഏതെന്നാണ് ചോദ്യം. നോക്കൂ, നമുക്കറിയാം ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. 23S റൈബോസോമൽ RNA ആണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ ലാർജർ സബ് യൂണിറ്റിൽ കാണാം 23S RRNA യൂക്കാരിയോട്ടിൽ എൻസൈമാറ്റിക് ആക്ടിവിറ്റി ചെയ്യുന്നു. അപ്പോൾ ഈ ചോദ്യം ശ്രദ്ധിച്ച് വായിക്കാത്തൊരു കുട്ടിക്ക് ചിലപ്പോൾ ആൻസർ ഇതാണോ എന്ന് തോന്നും. നോക്കൂ, ഇവിടെ ബാക്ടീരിയ എന്ന് പറയുന്നത് പ്രോകാരിയോട്ടിനെ കാണിക്കുക, പ്രോകാരിയോട്ട്. ഇനി ഇതിന് പകരം ഇവിടെ ബാക്ടീരിയ പകരം യൂക്കാരിയോട്ട് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മുടെ ആൻസർ മാറി 28S RRNA ആയിരിക്കും യൂക്കാരിയോട്ടിലെ എൻസൈമാറ്റിക് ആക്ടിവിറ്റി ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ആൻസർ ചെയ്യണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായാലും ഓപ്ഷൻ 1 ആണ്, 23S RRNA ആണ്. നിങ്ങൾക്ക് ഈ ടോപ്പിക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ ദ ഹിയറിംഗ്.